ഇനി ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോകും. മൂപ്പര് ഫോണുമായി ബന്ധപ്പെട്ട് കുറെ നുണകളുണ്ട്. ആ നുണകളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാന് ഐക്യവും ഭിന്നതയും എന്ന പ്രസംഗത്തിൽ ഞാൻ കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് എന്ത് ചെയ്തു? വല്ലാ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ എന്നതും മൊബൈൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ ചൊല്ലി. അതുണ്ടായത് ഞാൻ എന്റെ ഒരു പ്രസംഗത്തിൽ അതിന് പകരം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഇത് പാടിപ്പോയിട്ടുണ്ട്. അത് വാക്കിൽ വന്നുപോയ കഴിവാണ്. നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടോളി. നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. അപ്പൊ വൈകൂടാ ഉത്തരം നൽകും ഞാനെന്നോവർ എന്ന് പറ്റി ചെറിയൊരു ചലനം, സാധാരണ ചലനാണ്. എന്നാ മൗലവി ചെയ്തു എന്റെ ഈ മൊബൈലും പിടിച്ചിട്ട് ഞാൻ വല്ലേനെടുത്തെന്ന് പറഞ്ഞത് മൗലവി എന്നെ പരിഹസിക്കുന്നു എന്ന് കണ്ടോളി. വെച്ചോളൂ. അടുത്ത പ്രശ്നത്തിൽ മൗലവിന്റെ പരിഹാസം. ഇത് മൂപ്പര് എന്നെ സ്വീപ്പാക്കിയിട്ട് ഇങ്ങനെ കുലിക്കീറ്റു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കാണിച്ചതാണ്. അപ്പൊ മൂപ്പര് എന്താ ചെയ്തത്? വളരെ ചെറുതായിട്ട് ഉണ്ടായ ചലനം മൂപ്പര ശരീരം കൊണ്ട് കുലുക്കം കൂട്ടിയിട്ട് എന്നെ പരിഹസിച്ച്. അതിന് ശരീരം കൊണ്ട് എന്നല്ലേ മറുപടി അറിയേണ്ടി? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എന്റെ ശരീരം കൊണ്ട് മൗലവിന്റെ ഈ കുലുക്കം കുറച്ചും കൂടി കുലുക്കിയിട്ട് ഞാനും കാണിച്ചു കൊടുത്ത് തിരിച്ചടി. അങ്ങനല്ലേ? ശരീരം കൊണ്ട് ഞാനും കാണിച്ചു കൊടുത്ത് തിരിച്ചടി. അതൊന്ന് വെച്ചുകൊണ്ടാണ് പോലെ ലാഭത്തോടെ തിരിച്ചടിച്ച്. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ പേരോട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അങ്ങനെ ഒരു ശ്രദ്ധിച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ പരിഹാസത്തിന്റെ കുലുക്കം ഞാനെടുത്ത് ഉദ്ധരിച്ചതാണ്. അപ്പൊ എന്റെ ഒറിജിനൽ ചലനേതാ? ആദ്യത്തെ പ്രസംഗത്തിലുള്ളത്. രണ്ടാമത് നിങ്ങൾ കണ്ടേതാ? എന്നെ പരിഹസിച്ചിട്ട് മൗലവി കുലുക്കിയത്. മൂന്നാമത് നിങ്ങൾ കണ്ടേതാ? മൗലവിന്റെ കുലുക്കം ഞാനെടുത്ത് ഉദ്ധരിച്ചത്. അത് എന്റെ കുലുക്കം ഒറിജിനൽ കുലുക്കല്ല. എന്റെ ഒറിജിനൽ കുലുക്കം ആദ്യത്തെ പ്രസംഗത്തിലുള്ളതാണ്. ഇത് ഇയാളത് ഉദ്ധരിച്ചതാണ്. അപ്പൊ മൂപ്പർ പിന്നെ എന്തായി? സ്ക്രീനിലേക്ക് മാറ്റി കുലുക്കം. എന്നിട്ട് ഒന്നിനുള്ളത് മൂന്നാക്കിയിട്ട് എന്റെ ഈ സദസ്സും മാറ്റിയിട്ട് അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള രൂപം മാറ്റിയിട്ട് എന്റെ സദസ്സ് ബോർഡറാക്കി അയാളെ സദസ്സിന്റെ പൊട്ടിച്ചിരി അവിടെ വെച്ച് കയ്യടി വെച്ച് എന്നിട്ട് മൂപ്പര് എന്നെ ജിന്നാക്കി അവതരിപ്പിച്ചു. അതെന്ന് വെച്ചോട്ടാ പോലെ എനിക്ക് ജിന്നളകുന്നു തന്നെയാണ് കാണിക്കുന്നത്. അത് നമ്മളൊന്ന് കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടോളി. ജിന്നളകണ പോലെ. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ. മതി. അപ്പൊ ഇത് മൂപ്പര് എനിക്ക് ജിന്നളകുന്നു എന്ന് പറഞ്ഞ് മൂപ്പര് 3 പ്രാവശ്യം ഈ പറഞ്ഞ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ട് കൂടുതൽ സ്പീഡ് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്തതാണ്. ഞാൻ 2 വിധത്തിലാണ് തിരിച്ചടിച്ചത്. ഒന്ന്, അയാളെ സീനിൽ ഒരു മാറ്റവും വരുത്താതെ അയാൾക്ക് ശൈത്താൻ ഇളകിയിട്ട് വായിക്കുന്നത്. വേറൊന്ന്, അയാളുടെ നേരത്തെ ഞാൻ കാണിച്ച രൂപത്തിൽ കുറച്ചും കൂടി ചലനം കാണിച്ചുകൊണ്ട് ഉള്ള ഒരു ശൈത്താൻ ഇളകൽ. അല്ല, 2 ജാതി. കൊടുക്കുമ്പോൾ നല്ലോണം കൊടുക്കണ്ടേ? അതൊന്ന് ചുട്ടവനെ ശൈത്താൻ ഇളകുന്നത്. മൗലവിക്ക് ശൈത്താൻ ഇളകുന്നത്. നോക്കട്ടെ. ഇനി ഈ ശൈത്താൻ ഇളകുന്ന സമയത്ത് അയാളെ വായന കേട്ടോട്ടെ.
رجل لازم الله من شخصية عظيمة ونحن نهارته في ميدان السفارة مزدارة. هذا الرجل لازم الله من شخصية عظيمة ونحن نهارته في ميدان السفارة مزدارة. അതെ അത് നമ്മളെ പറ്റി പറഞ്ഞത് നമ്മൾ വാജ്പേയിന്റെ മൗലൂദ് ഓതി പോലും. വാജ്പേയിനെ പറ്റി വന്ന് റിപ്പോർട്ട് വായിച്ചതാണ്. അത് മൗലൂദാണ് എന്ന് വെച്ച് തീർത്തു. പക്ഷെ മൂപ്പർക്ക് അറബി വായിക്കാൻ അറിഞ്ഞൂടാ, വായിച്ചാൽ തെറ്റു. അത് മൂപ്പർ എന്ത് ചെയ്തു, മനസ്സിലാത്ത രൂപത്തിൽ വായിച്ചതാ. അതാ സംഭവം. അത് പിന്നെ മൂപ്പർ എന്നെ ജിന്നാക്കിയ സ്ഥിതിക്ക് മൂപ്പർ ശൈത്താനാക്കാണ്ട് തീർത്തില്ലല്ലോ. അപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാളെ വായിച്ച പോലെ തന്നെ കേൾപ്പിച്ചത്. അയാൾ വായിച്ച രൂപമാണ്. പകരം 1-ന് 2 പേരോടെ ജിന്നാക്കാൻ പോയതോടല്ലേ നിങ്ങളെ ശൈത്താനാക്കിയത് എന്ന് ചോദിക്കാൻ പോയപ്പോ മൗലവിക്ക് ഇപ്പം മറുപടിയില്ല. അപ്പൊ പിന്നെ മൂപ്പര അണികളെ പിടിച്ചിരുത്തണ്ടേ. അതിന് മൗലവി എന്ത് ചെയ്യുന്നറിയോ, നാദാപുരത്ത് വന്നിട്ട് എന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്ന കേട്ടോളി വെച്ചോളൂ. വേറൊരു തട്ടിപ്പ് പറഞ്ഞ എന്റെ പേരിൽ കള്ളത്തൻ പറയും. ലോക തട്ടിപ്പുകാരന്റെ തട്ടിപ്പ്. ഇയാൾ നടത്തിയ വേറൊരു തട്ടിപ്പുണ്ട്. എന്താ തട്ടിപ്പ് എന്നറിയോ? എന്റെ നാട്ടുകാരോട് പോയിട്ട് പറയാണ്, ഞാന് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ചിട്ട് സ്പീഡ് കൂട്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാണ്. ജിന്നളകുന്നു എന്നും പറഞ്ഞിട്ട്. വല്ലേ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാവു തീരം ചെയ്യും ഞാൻ എന്നോവർ. അത് ഞാൻ അങ്ങനെ ആടിയിട്ടേ ഇല്ല എന്നാ മൂപ്പര് പറയണത്. മൂപ്പര് പറയണേ ഞാൻ അങ്ങനെ സ്റ്റേജും വന്ന് ആടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ആടിയത്, ഞാൻ ചെറിയൊരു ആട്ടം അങ്ങനെ ആടി. അത് മൂപ്പര് കമ്പ്യൂട്ടറിൽ സ്പീഡ് കൂട്ടിയിട്ട് എന്നെങ്ങനെ വിറപ്പിച്ചതാണ്. അത് എന്റെ പേരിൽ കളവാണ്. നിങ്ങൾ മനസ്സിലായിക്കോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മൂപ്പരിപ്പ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ CD-ന്ന് കേൾപ്പിക്കാൻ ആൺകുട്ടികളായ മുജാഹിദ് ജനിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആൺകുട്ടികൾ മുജാഹിദികൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് കേൾപ്പിക്കണം. എനിക്ക് എന്റെ CD-ന്ന് കേൾപ്പിക്കണം. ഇയാൾ പറഞ്ഞ വാചകം എന്റെ CD-ന്ന് കേൾപ്പിക്കണം. കള്ളം പറയുമ്പോൾ ഇനി വീണ്ടും ഇയാൾ കളവ് പറയുന്നത്. ഇനി മൂപ്പര് എന്റെ പേരിലൊരു കളവ് പറയണം. അറിയോ, എന്റെ യഥാർത്ഥ സീന് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പഴയ പ്രസംഗത്തിൽ എന്നെ വല്ലേ നീലെത്തിന്നും എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് മൂപ്പര് ഇങ്ങനെ പതുക്കെ ആടുന്നത് കാണിച്ചു. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഐക്യവും ഭിന്നതയും എന്ന പേരിൽ ഇവിടെ നടന്ന മൂപ്പരുടെ പ്രസംഗത്തിൽ മൂപ്പര് എന്ത് ചെയ്തിരുന്നു, വല്ലേ നീലെത്തിന്നും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആടിയിരുന്നു. അത് കാണിച്ചിട്ട് മൂപ്പര് പറയണ, ഇപ്പൊ കണ്ടില്ലേ, ഇത്രേ ഞാൻ ആടിയിട്ടുള്ളൂ. ഇത് ഹുസൈൻ സലഫി എന്ത് ചെയ്തു, അതിങ്ങോട്ട് സ്പീഡ് കൂട്ടിയിട്ട് ഭയങ്കര ജോറിലങ്ങ് ആട്ടം കാണിച്ചു എന്ന്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് കാണുമ്പോൾ ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ അങ്ങനെ ആടി, അത് മൗലവി പിന്നെ ഒന്നും ചെയ്തു, എന്നെ പരിഹസിച്ചിട്ട് ആട്ടിക്കാണിച്ചു, അത് ഞാൻ ഉദ്ധരിച്ചു അത് അയാൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞു തന്നെ. അത് മൗലവി പച്ചക്കള്ളം പിന്നെയും പറയാൻ. എന്നാലേ ആദ്യം തന്നെ ഒരു നുണയാണ്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി എന്നൊക്കെ അയാൾ എന്നെ പറയുന്നുണ്ട്. അതിനടുത്ത് ഇത് അയാൾ പറയുന്നത് നുണയാണ്, നിരക്കാർ പറയുന്നുണ്ട്. സദസ്സിനെ മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. അന്ന് ചോദിച്ചോനെ ആദ്യം ഒരു നുണ തന്നെ, ആദ്യം ഒരു നുണ ഉണ്ടാക്കുകയാണ്. ഇനി മൂപ്പർ അതിനെപ്പറ്റി വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ കള്ളത്തരം ശരിക്കും മനസ്സിലാവും. ശ്രദ്ധിച്ചോളൂ. വളരെ ശരിയായി. ഏത് മൂപ്പരെ ഉണ്ടാക്കിയ നുണയാണ്, ഞാൻ വിശദീകരിക്കുന്നത് കേൾക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുക നുണയാണ് എന്നുള്ളത് പറഞ്ഞു. വളരെ ശരിയാണ്. ഇനി നിങ്ങൾക്കൊന്ന് വേണോ, ഇയാൾ പറയുന്നേ എന്തിനാണ് ഈ കളവ് പറയുന്നത്? ശരിയാണ്, അയാൾ എന്തിനാ ഈ കളവ്, അയാളോട് തന്നെ പറഞ്ഞു പോലെ എടുക്ക് എന്ന് വെച്ചിട്ടവനെ. എന്തിനാണ് ഈ കളവ് പറയുന്നത്? എന്തിനാണ് ഈ കളവ് പറയുന്നത്? എന്തിനാണ് ഈ കളവ് പറയുന്നത്? എനിക്കണ്ടോ, ഇയാള് എന്റെ ക്ലിപ്പ് അയാൾ എന്നെ വെക്കുന്നുണ്ട്. ആ വെക്കുന്നത് മൗലവി കാണിച്ചത് എന്തെങ്കിൽ കേട്ടാൽ ഇയാൾ പറഞ്ഞ മുഴുവൻ കളവാണെന്ന് നോക്കിപ്പോ അത് വെച്ചു കൊടുക്കും. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോൺ കൈപിടിച്ചിട്ട് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽവേഗം എന്നോ പറഞ്ഞു. അത് മൗലവി എന്ത് ചെയ്യുന്നു, എന്നെ പരിഹസിച്ചിട്ട് കുപ്പിയ എന്നൊരൊറ്റ ആട്ടാണ്. ആ ആടിയത് ഞാൻ എടുത്ത് ഉദ്ധരിച്ചു പിറ്റേത്തെ പ്രസംഗത്തിന്. അത് മൂപ്പരി പിടിച്ചിട്ട് ഒന്നും കൂടി കുലുക്കിയിട്ട് കണ്ടോ പേരോണ്ട് ജിന്നളകുന്നു പറഞ്ഞിട്ട് മൗലവി കാണിക്കാൻ. കണ്ടില്ലേ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കണ്ടില്ലേ, എന്റെ ആദ്യത്തെ പ്രസംഗം അയാൾ കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഐക്യവും ഭിന്നതയുള്ള പ്രസംഗത്തിന്റെ ആദ്യത്തെ പ്രസംഗം, അതിലുള്ള ഭാഗം കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് മൗലവി എന്നെ പരിഹസിച്ചിട്ട് ആട്ടിക്കാണിച്ചു അയാൾ പ്രസംഗത്തിൽ. അത് ഞാൻ എടുത്ത് ഉദ്ധരിച്ചു, അത് പിടിച്ചിട്ട് അയാൾ കാണിച്ചു എന്നാണ് പറഞ്ഞത്. വളരെ വ്യക്തമാണ്. എന്റെ പച്ച കള്ളം മൗലവി എന്റെ പേരിൽ വെച്ച് കിട്ടി പറയാൻ. ഇനി കേട്ടോ,
ഓപ്പന് ഇത് കളവാണ് എന്ന് പറയുന്നുണ്ട്. പറയുന്നത് മുഴുവനും കളവാണ് എന്ന് വെച്ചിട്ട്. അപ്പൊ ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത്, ഞാൻ ആദ്യം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആടിയതിന്റെ ഒറിജിനൽ, പിന്നെ കാണിക്കാൻ പോകുന്നത് മൗലവി ആക്കി തീർത്തത്. ആദ്യം ഒറിജിനൽ വരട്ടെ. നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ ഇവർക്ക് വായിക്കട്ടെ. ഒരു മിനിറ്റ്, അവിടെ 2 മിനിറ്റ്. മൗലവി 1 മിനിറ്റ് ഞാൻ 2 മിനിറ്റ് അറിയൂ. 2 മിനിറ്റ് മൗലവി ഈ 1 മിനിറ്റ് എന്ന് പറയുന്ന വാചകം പച്ചക്കള്ളം പറയാം. അല്ലെങ്കിൽ എന്റെ സീഡിലേക്ക് കേൾപ്പിക്കട്ടെ. മൗലവി കേൾപ്പിക്കൂല, ഏതെങ്കിലും ഒരു മുജാഹിദ് കേൾപ്പിക്കട്ടെ, ആൺകുട്ടികളുണ്ടെങ്കിൽ. അത് കണ്ടില്ലേ, ഇതാണ് മൂപ്പര് ഒറിജിനൽ. ഈ ഒറിജിനലും മേൽ ഞാൻ കൃത്രിമം കാണിച്ച് സ്പീഡിൽ കാണിച്ചു എന്നാ മൂപ്പര് പറയാൻ പോണത്. ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ വാക്ക് നേരത്തെ വ്യക്തമായിരിക്കും കേട്ടതാണ്. കളവാണത്, അത് കളവാണ്, അത് കളവാണ്. ഞാൻ കാണിച്ച സീൻ ഏതാണ്, ഇയാൾ കാണിച്ച സീൻ രണ്ടും രണ്ടാണ്. ഇയാൾ തെറ്റിദ്ധരിപ്പിക്കാണ്. ഇയാൾ ഇക്കാണിച്ച സീൻ ഞാൻ ഒരിക്കലും സ്പീഡ് കൂട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞിനോ ഞാൻ ആദ്യം കാണിച്ച സീനാണ് നിങ്ങളിപ്പോ കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞിനോ? നിങ്ങളിപ്പോ കാണിച്ച വേറെ തന്നെ കാണിച്ചിട്ടില്ലേ? എന്റെ പ്രശ്നത്തിന് കാണിച്ചിട്ടില്ലേ? അത് വ്യക്തമായിട്ട് എന്റെ വാചകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞല്ലേ. മൗലവി തെറ്റിദ്ധരിപ്പിക്കാണ്, പച്ചക്കള്ളം പറയും. ബാക്കി അതെന്തിനാ പറയണത്? ആദ്യം കാണിച്ചതിന് സ്പീഡ് കൂട്ടിയതാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അപ്പത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, പച്ചക്കള്ളം പറയാം. എന്തേ വേണ്ടൂന്നറിയോ? ഞാൻ ആ കാണിച്ച സീന് അവരിറക്കിയ സീഡിന് വാങ്ങാം. അവരിറക്കിയ 2ാം പ്രഭാഷണത്തിന്റെ സീഡ് നിങ്ങൾ വാങ്ങിയിട്ട് ഒന്ന് കാണുക. എന്നിട്ട് ഹുസൈൻ സലഫി ഇയാൾ ആടിയതിനേക്കാൾ കൂടുതൽ ഇയാൾ ആട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊന്ന് പരിശോധിച്ചാൽ അറിയാലോ. ഇതിനൊന്നും അധ്വാനിക്കണ്ടോ? എന്റെ ക്ലിപ്പ് അയാൾ കാണിച്ചത് തലച്ചോറുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് നോക്കിയിട്ട് എന്റെ കാതുകൊണ്ടൊന്ന് കേട്ടാ മതി കേട്ടോ. വേറെ ഒറ്റ സീഡി വാങ്ങേണ്ട ആവശ്യമില്ലട്ടോ, വേറെ ഒരു സീഡി വാങ്ങി നോക്കേണ്ട ആവശ്യമില്ലട്ടോ. ഇയാൾ ഇപ്പൊ കേൾപ്പിച്ചതിൽ തന്നെ എന്റെ ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് തന്നെ കേട്ടാല് ഞാൻ കേൾപ്പിച്ചത്, ഞാൻ കാണിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. മൗലവി കാണിച്ചത് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. മൗലവി കാണിച്ചത് എന്റെ ഐക്യവും ഭിന്നതയും എന്ന പ്രസംഗം അത് സ്പീഡ് കൂട്ടിയിട്ട് മൗലവി കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അത് മൗലവി എടുത്ത് എന്നെ പരിഹസിച്ച് ആട്ടി കുലുക്കി, അയാളെ ശരീരം കൊണ്ടാ കുലുക്കി. അത് കഴിഞ്ഞപ്പോ അത് ഞാൻ എടുത്ത് ഉദ്ധരിച്ചു. ആ ഉദ്ധരിച്ചത് മൗലവി കൊണ്ടുപോയി കാണിച്ചു എന്നാ ഞാൻ പറഞ്ഞു. അത് വേറെ എവിടെയും കൊണ്ടില്ലട്ടോ. അയാൾ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ അതൊന്നും വാങ്ങി നോക്കിയാൽ മതി എന്ന്. അതൊന്നും വാങ്ങണ്ടില്ല, ഇത് തന്നെ നോക്കിയാൽ മതി. അയാൾ ഇപ്പൊ ഇറക്കിയ രീതി തന്നെ എന്റെ ക്ലിപ്പ് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മൗലവിന്റെ കള്ളത്തരം അത് വളരെ വ്യക്തമായി ദുനിയാവിൽ വെച്ച് തന്നെ വെളിച്ചത്താവും കേട്ടോ. ആഖിറത്തിൽ വെച്ച് വേറെയും വെളിച്ചത്താവും മൗലവി. കബളിപ്പിക്കുന്ന ഒരു കൂട്ടരെ ചെയ്യാവുന്ന നാളിൽ വരുമെന്ന് പറഞ്ഞ ആ കബളിപ്പിക്കൽ പ്രകടമാവുകയാണ് കേട്ടോ. മൗലവി പറഞ്ഞത് മുഴുവനും കളവാണ്. മൗലവി പറയുന്നത് ഞാൻ നിങ്ങളെ ഈ രൂപത്തിൽ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെ? ഞാൻ നിങ്ങളെ ഈ രൂപത്തിൽ ചെയ്തോ? അത് ശരിയാണ്, ഈ രൂപത്തിൽ. അത് വേറൊരു രൂപത്തിലാണ് ചെയ്ത്, ഞാൻ 2 രൂപത്തിലാണ് ചെയ്തത്. നിങ്ങൾ ചെയ്ത രൂപത്തിലോ നിങ്ങൾ ചെയ്യാത്ത രൂപത്തിലും. അതെന്ന് വെച്ചോട്ടെ, ഈ രൂപത്തിൽ ചെയ്തോ രൂപത്തിൽ ചോദിക്കുന്നത്. ഒരു ചങ്ങായി എന്ത് ചെയ്യുക, കത്തി എടുത്തിട്ട് ഒരുത്തരെ കുത്തുക. അപ്പൊ പകരം മറ്റൊരു എന്ത് ചെയ്യുക, വെടിവെക്കുക. അപ്പൊ വെടിവെച്ച് വീണപ്പിവൻ ചോദിക്കുക, ഈ രൂപത്തിൽ ഞാൻ ചെയ്തിനോ? ശരിയാ, വെടിവെച്ചിട്ടില്ലല്ലോ, കത്തി തുത്തല്ലേ ഇത്. ഇങ്ങോട്ട് കുത്തിയ അങ്ങോട്ട് വെടിയ. അതാലോചിച്ചിട്ട് മതി ഗന്ധർവ പുസ്തകത്തിൽ ഇറങ്ങല്. വെച്ചാ പോലെ ഞാൻ നിങ്ങളെ ഈ രൂപത്തിൽ ചെയ്തോ? അതെ, ഞാൻ നിങ്ങളെ ഈ രൂപത്തിൽ ചെയ്തോ? വേറെ രൂപത്തിലാ ചെയ്തല്ലേ? എന്നാൽ നിങ്ങൾ ആ രൂപത്തിൽ ചെയ്തു, ഞാൻ ഈ രൂപത്തിൽ ചെയ്തു. ശരി, നിങ്ങൾ ചെയ്ത രൂപത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറമെ ഒന്ന് സിയാദത്തായിട്ടും തന്നിട്ടുണ്ട്. അതിനിപ്പെന്താ സംശയം? ബാക്കി ഉള്ളതുപോലെ പറഞ്ഞു. ആർക്കാ തർക്കം? നിങ്ങൾ ആടിയതിൽ അപ്പുറം ഒന്നും ചെയ്തില്ല. ആർക്കും അത് പരിശോധിക്കാം. നിങ്ങൾ ഐക്യവും ഭിന്നതയും എന്ന CD-യിലെ ഭാഗമായി ഇയാൾ കാണിച്ചത്, അതിൽ സ്പീഡ് കൂട്ടിനാ എന്റെ പേരിൽ കളവ് പറഞ്ഞത്. അത് കളവാണ്, അത് കളവാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐക്യവും ഭിന്നതയും എന്ന് ആ സ്ക്രീനിൽ നിന്നെടുത്ത അക്കട്ടെങ്കിൽ ആ ക്ലിക്കിൽ നിങ്ങൾ സ്പീഡ് കൂട്ടിയത് ഞാൻ പറഞ്ഞതുണ്ടെങ്കിൽ അതൊന്ന് കേൾപ്പിക്കൂ. ആൺകുട്ടികളുണ്ടെങ്കിൽ കേൾപ്പിക്കൂ. മൗലവിമാരെ, മുജാഹിദികളുള്ള ആൺകുട്ടികൾ ചേരുന്നതിനെ കേൾപ്പിക്കുന്നത്. കള്ളം പറയുന്നതിനൊരു അതിരി, പച്ചക്കള്ളം പറയുന്നത്. പിന്നെ ഇനി മൂപ്പരുണ്ട്,
വലത്തേ കയ്യിലെ ഫോണും ഇടത്തേ കയ്യിലെ ഫോണൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് ഏറോ മാർക്കൊക്കെ കാണിച്ചിട്ട് മൗലവി നിങ്ങൾക്ക് മുത്തങ്ങൾക്ക് മഞ്ഞടിക്കൂടെ കാണിക്കുന്ന സമയത്ത് എന്നാ ഒന്നുമില്ലെങ്കിൽ മരുന്നിട്ടൂലേ മനുഷ്യന്മാർ, അല്ലെങ്കിൽ തൂവന്റെ വേര് വച്ചിട്ട് മരുന്നിവിടെ കൊണ്ട് ഇടിച്ചൂടായോ? എന്തിനാണ് നേരം നോക്കിയത്? ഞാൻ നിങ്ങൾ തമ്മിൽ തർക്കാതാ ഫോണേത് കയ്യിലാകില്ല തർക്കോ? നിങ്ങൾ എന്നെ ജിന്നാക്കി അവതരിപ്പിച്ചു, അതിന് നിങ്ങളുടെ കൃത്യമൊക്കെ ഞാൻ വിശദീകരിച്ചില്ലേ? എന്നിട്ട് വേറൊരു വിഷയാക്കി മാറ്റിയിട്ട് ആളുകളെ കബളിപ്പിക്കാനാ വിചാരിച്ച് എന്ന് വെച്ചാൽ ബാക്കിൽ നീല സ്ക്രീനുള്ള സ്റ്റേജിൽ നിങ്ങൾ നിന്ന് വലത്തേ കയ്യിൽ മൊബൈൽ പിടിക്കുന്ന അതാണ്. നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തെ സീനിൽ ഇടത് കയ്യിലാണ് മൊബൈല്, രണ്ടാമത്തെ സീനിൽ വലത് കയ്യിലാണ് മൊബൈല്. കണ്ടില്ലേ? ഞാനും അങ്ങനെ തന്നെയല്ലേ കാണിച്ചു. ഞാൻ കട്ടുപ്പാറയിൽ ഇത് രണ്ടും കാണിച്ചിട്ടില്ലേ? ഇടത് കയ്യിൽ മൊബൈലുള്ളൂ കാണിച്ചിട്ടുണ്ട്, വലത് കയ്യിലോ മൊബൈലുള്ളൂ കാണിച്ചിട്ടുണ്ട്. എന്റെ കട്ടുപ്പാറ സീരി എടുത്തു നോക്ക്. നിങ്ങൾ എന്നെ ജിന്നളകളായിട്ട് കാണിച്ച സ്ഥലത്ത് വലത് ഭാഗത്തുള്ള മൊബൈലുള്ളത്. നേരെ മറിച്ച് എന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ എന്റെ ഒറിജിനൽ അനക്കം അത് എന്റെ ഇടത് കൈ മൊബൈൽ പിടിച്ചുകൊണ്ടുള്ളതാണ്. നിങ്ങൾ കാണിച്ച ഇത് അത് എന്റെ ഒറിജിനൽ അനക്കവും മാറ്റവുമല്ല. നിങ്ങൾ എന്നെ പരിഹസിച്ച് ആടിയത് ഞാൻ എടുത്തുദ്ധരിച്ചതാണത്. അതിന്റെ ഒറിജിനൽ അല്ല. എന്റെ ഒറിജിനൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ അനക്കാണ്. ഇത് നിങ്ങൾ ചെയ്തത് എടുത്തുദ്ധരിച്ചതാണ്. ആ എടുത്തുദ്ധരിച്ചതിനെ സംബന്ധിച്ചാണ് അത് നിങ്ങൾ പിടിച്ചുകൊണ്ടുപോയി കാണിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ വ്യക്തമല്ലേ? എന്നിട്ട് മൗലവീയുടെ ധാരണ ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല. മൂപ്പര് ഒരു ഏറോ മാർക്ക് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ മൗലവിക്ക് ആദ്യം ഒരു ധാരണ ഉണ്ടായിരുന്നു. ഈ സ്ക്രീനിങ് കൊണ്ടുവന്നാ സുന്നികൾ പിടിച്ചു എന്നൊരു ധാരണ ഉണ്ടായിരുന്നു ആദ്യം. ഒരു പ്രൊജക്ടർ സ്ക്രീനും കൊണ്ട് വന്നാലേ സുന്നികൾ വിളിച്ചു എന്ന് വിചാരിച്ചു. ഇപ്പൊ സ്ക്രീനും പ്രൊജക്ടറും കാണുമ്പോൾ പേടിയല്ലേ മൗലവിക്ക്? അല്ലേ? അതുകൊണ്ട് 2 ഏറോ മാർക്ക് കാണിച്ച് പേടിപ്പിക്കേ. അങ്ങനത്തെ തട്ടിപ്പൊന്ന് ഇവിടെ വിലപ്പൂല മൗലവി. മൗലവി സത്യം പറഞ്ഞ് ജീവിക്കാൻ നോക്ക്. എന്നാ മര്യാദയ്ക്ക് ഈമാനോടെ മരിക്കാം, മനുഷ്യന്മാരെ മുമ്പിൽ വഷളാകാതെ ജീവിക്കാം. ഇപ്പൊ പറയാണ് ഞാനേ പേരോടിന്റെ കുലുക്കവും ആട്ടമൊന്നും ഞാനേ കൂട്ടിയിട്ടൊന്നില്ലേ, എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ആവശ്യമുള്ള എന്തെങ്കിലും പണിയാൾ പണ്ടേ എടുക്കലുണ്ടോ? ആവശ്യമുള്ളൊരു പണി പോലും എടുക്കും. ഇപ്പൊ ഉപർക്ക് മനസ്സിലായത് ഞാൻ ചെയ്ത പണി ആവശ്യമില്ലാത്ത പണിയായി പോയല്ലോ. ചെയ്താനായപ്പോ മനസ്സിലായതില്ലേ? അത് വെച്ചിട്ട് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മൂപ്പരുടെ ആട്ടം കൂട്ടിയിട്ടില്ല. എനിക്കെന്തിനാ മൂപ്പര ആട്ടേണ്ട കാര്യം? എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. അതെ, എന്നെ ജിന്നാക്കന് മൂപ്പർക്ക് ഭയങ്കര ആവശ്യമായിരുന്നു. പിന്നെ ഞാൻ സിറാജുൽ മുതലേക്കാർക്ക് പൈസ കീശയെ കൊണ്ടുതരുമ്പോൾ കീശയിലിട്ടോ എന്ന് പറയുന്നത് അത് കാണിക്കൽ മൂപ്പർക്ക് ഭയങ്കര ആവശ്യമായിരുന്നു. കാരണം മൂപ്പര് രാവിലത്തെ മരുന്നാണുള്ളത്. മറ്റേ രാത്രി സേവിക്കുന്ന മരുന്നാണല്ലോ. അല്ല, മൂപ്പർക്ക് വലിയ ആവശ്യമുള്ള സംഗതിയാണ്. മൂപ്പരിപ്പൊ പറയുന്നുണ്ടറിയോ, ഞാൻ കുലുക്കല് കൂട്ടിയിട്ടില്ല. അത് വെച്ചിട്ടാണ് ഞാൻ മൂപ്പരുടെ പഴയ സീനിൽ ഒരിക്കലും കുലുക്കല് കൂട്ടിയിട്ടില്ല. അതെ, പഴയ സീനില് മൂപ്പരെ പഴയ സീനില് ഞാൻ കുലുക്കല് കൂട്ടിയിട്ടില്ല. പുതിയ സീനിലാ കൂട്ടി? എവിടെ കുട്ടിയെ കൂട്ടിയിട്ടില്ലേ? എന്നാന്ന് വെച്ചോട്ടെ അവനെ ഒന്നുള്ള അയാൾ 3 ആക്കിന്ന് പറഞ്ഞ് അയാളെന്താ പറയട്ടെ? എണ്ണം കൂടുതലാക്കിയെന്ന് മാത്രം, ഒരിക്കൽ കാണിക്കേണ്ടത് 3 ആക്കിയെന്ന് മാത്രം. അതേ ഘട്ടങ്ങള് എണ്ണം കൂട്ടിയെന്ന് മാത്രം, 1 3 ആക്കിയെന്ന് മാത്രം. അത് കുറക്കല. ഇത് തന്നെയല്ലേ ഇയാളെ നാട്ടുകാരൻ ഏതോ ഒരാൾ മുമ്പ് പറഞ്ഞ് SSLC തോറ്റതാണ്. കാരണം 1 3 ആക്കിയിട്ട് കുറക്കലാണ്. 1 3 ആക്കിയിട്ട് കുറക്കലാണെന്ന് ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ വിശ്വസിക്കാൻ പറ്റുമോ? അത് കൂട്ടലല്ലേ? 1 3 ആക്കിയിട്ട് കൂട്ടിയിട്ടില്ലാന്നോ? 1 3 ആക്കിയിട്ട് പലപ്പോഴും അയാൾ എന്റെ പഴയ സംഗതി കാണിക്കാതെ ഞാൻ കാണിക്കാറുണ്ട്. എന്തിന്? ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. ഒരു വിഷയം പറഞ്ഞ് തിരിയാണ്ടായി പോകാനൊക്കെ 1 3 ആക്കിയിട്ട് കേൾപ്പിക്കലുണ്ട്. ചിലപ്പോൾ 1 10 ആക്കിയിട്ട് കേൾപ്പിക്കാം. പക്ഷെ ഇത് അതിനായിനോ അല്ല. അതിനെതിരെ 3 ആക്കിയത് മൗലവി സ്വന്തം ശരീരം ഇളക്കിക്കൊണ്ട് എന്നെ പരിഹസിച്ചത് അതെടുത്ത് ഞാനൊന്ന് ഉദ്ധരിച്ച് കാണിച്ചതാ. അക്കാണിച്ചത് മൂപ്പൻ എന്ത് ചെയ്തു? അത് മാത്രം എടുത്തിട്ട് 3 പ്രാവശ്യം ഒന്ന് കാണിച്ച. അപ്പൊ ഭയങ്കര ഇറക്കം തോന്നും. കാരണം ഇറക്കം തന്നെ കാണുള്ളൂ. അപ്പുറപ്പുറമുള്ള അടക്കം കാണൂലല്ലോ. 3 പ്രാവശ്യം അനക്കല്ലേ കാണുന്നത്. അപ്പൊ നല്ല ഇളക്കം തോന്നും. അതിന് മൂപ്പർ 1 3 ആക്കിയതാ. അല്ലാതെ പറഞ്ഞ വാചകം നീങ്ങാണ്ടായി പോകുന്നതും ചെയ്ത പണിയല്ല. എന്റെ മൂപ്പർ ഇപ്പൊ പറയാം ഞാൻ 1 3 ആക്കി എന്നല്ലാതെ ഞാൻ കൂട്ടിയിട്ടില്ല. 1 3 ആക്കിയ കുറക്കലല്ലേ? എന്നാലേ അതിൽ ചെയ്ത പണി എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. എണ്ണം കൂട്ടി, 2 സദസ് മാറ്റി, 3 എന്റെ സദസ് പൂർണ്ണമായിട്ട് അയാൾ എടുത്തു കളഞ്ഞിട്ട് അയാളെ സദസ് ഇട്ടാൽ പിന്നെ ഒരു ന്യായമുണ്ട്. അതും ചെയ്തില്ല. പിന്നെന്താ ചെയ്തത്? എന്റെ സീനിന്റെ ബാക്കിൽ എന്റെ സദസ്സിന്റെ ഒരു ചെറിയ ഭാഗം ബോർഡറാക്കി കൊടുത്ത്. കാരണം അത് നീങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്.
അപ്പൊ എന്റെ ഈ ചലനത്തോടു കൂടെ ബേക്കിലെ നീക്കവും കൂടി ഇനി വരുമ്പോ ഭയങ്കര ചലനാക്കി തോന്നിപ്പിക്കും. ഇത് തോന്നിപ്പിക്കാൻ വേണ്ടി ഈ 3 പണിയും ചെയ്തിട്ട് എന്താ ചെയ്ത് ചെറിയ ഒരു ഭാഗം അതിന്റെ അപ്പുറം ഇപ്പുറം അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞു. അപ്പൊ എന്തായി വെച്ചാൽ ആ ചലിക്കുന്ന ഭാഗം മാത്രം 3 പ്രാവശ്യം കാണിക്കുമ്പോ ഭയങ്കര ചലനായിട്ട് തോന്നിപ്പിക്കും. ഇതാ മൗപ്പർ ചെയ്ത പണി. ചെറിയ ഭാഗം ആവർത്തിച്ചാൽ ആ ആവർത്തിക്കുന്നത് കൊണ്ട് ചലനത്തിന്റെ സ്പീഡ് കൂടുന്നതായി തോന്നുന്നതും മനസ്സിലാകാൻ വേണ്ടി മൗലവി തന്നെ എന്നെ പരിഹസിച്ചുകൊണ്ട് കുലുങ്ങുന്ന ഒരു രംഗം നിങ്ങളങ്ങ് കണ്ടോളി. മൂപ്പര് ഒരു പ്രാവശ്യം കുലുങ്ങിയത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ, 1 10 മാത്രം, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതൊന്ന് വെച്ചു കൊടുത്താ പോലെ എങ്ങനുണ്ട്? അപ്പോ ഞാൻ ഒരു സ്പീഡും കൂട്ടിയിട്ടില്ല, ഒരു സംഗതി 1 10 മാത്രം. മൂപ്പർ 1 3 ആക്കി, അതിന് പകരം 1 10. തിൽക്ക അസറത്തും കാമില. ഇനി അടുത്ത് കാണിക്കുന്നതറിയോ? മൗലവിന്റെ വേറൊരു കോല. അത് മൗലവിനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, 1 3 ആക്കുന്നത് മാത്രമേ ഉള്ളൂ. അമ്മൂമ്മ വരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതെങ്ങനെയുണ്ട്? ഞാൻ 1 3 ആക്കല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ ഓരോ ദിവസവും ഓരോ വിഷയം വരുമ്പോ വഷളാകിയല്ലേ മൗലവി ചെയ്യുന്നത്. അതുകൊണ്ട് ആ തട്ടിപ്പും വെട്ടിപ്പൊന്നും ഇവിടെ നടക്കൂല. മൗലവിമാരെ കൂട്ടത്തില് ആൺകുട്ടികളുണ്ടെങ്കിൽ ഖുർആനും ഹദീസും എടുത്ത് വാ. ഈ പരിഹാസവും പൈസ ആരെങ്കിലും തരുമ്പോ കീശയിലെടുത്ത് കാണിക്കലും ജിന്നാക്കിയിട്ട് അവതരിപ്പിക്കലും അതുപോലെ തന്നെ മറ്റുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ നിർത്തിയിട്ട് ഖുർആനും ഹദീസും തെളിവുണ്ടെങ്കിൽ അതും എടുത്ത് വാ. എന്നിട്ട് ആൺകുട്ടികളെ പോലെ തെളിവ് വെച്ച് സംസാരിക്കും. അവിടെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. എന്നിട്ട് മൂപ്പരൊരു ജിന്നാക്കലും, പിന്നെ ആരെങ്കിലും പൈസ വരുമ്പോ കീശയിലിട്ട് കളഞ്ഞു, കീശ കാണിച്ചു കളഞ്ഞു. പിന്നെ പൈസ വരുമ്പോ നിങ്ങളൊക്കെ എവിടെ ഇടാനാ പറയല്? നിങ്ങളൊക്കെ ആരെങ്കിലും പിരിവ് ഞങ്ങളെ ഇടാനാ പറയല്? ഞാൻ ഇപ്പൊ പറയുന്നില്ല, എവിടെ ഇടാനാ പറയല്? മൗലവിമാരെ ആലോചിക്കട്ടെ. അതിന്റെ അത്തരം പരിപാടിയൊക്കെ കൊണ്ട് വെച്ച് നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി പ്രസംഗിച്ചപ്പോൾ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ സ്ഥാപക നേതാവായ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചെയ്തികളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അവർ ചെയ്തത് 1, ഖബറുകൾ പൊളിച്ചു. പിന്നെ അമുസ്ലിങ്ങൾ ആരാധിക്കുന്ന അവരുടെ മരങ്ങൾ മുറിച്ചു. അതുപോലെ അവർ കഅബ ശരീഫ് കവർച്ച ചെയ്തു. റൗള ശരീഫിൽ നിന്നും കവർച്ച ചെയ്തു. മക്കയിലും മദീനയിലും ധാരാളം ഖബറുകളും കുബ്ബകളും പൊളിച്ചു. ഇത് ഞാൻ കട്ടുപ്പാറയിൽ വെച്ച് പ്രസംഗിച്ചു. അത് അദ്ദേഹത്തിന് വലിയ തലവേദന ഉണ്ടാക്കി. അദ്ദേഹം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. ആദ്യം ഞാൻ കട്ടുപ്പാറയിൽ വെച്ച് എന്ത് പറഞ്ഞു എന്നത് നിങ്ങളെ കേൾപ്പിക്കുന്നു. ശേഷം ആ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ അവരുടെ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ട് എന്നത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യും. ഞാൻ എന്റെ വകയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. മുജാഹിദ് സെന്ററിൽ പ്രസിദ്ധീകരിക്കുന്ന അവരുടെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖം എന്ന പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അതിനെതിരായി സംസാരിക്കുമ്പോൾ, മറുപടി പറയുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു ആരോപണം പറയുകയാണെന്ന്. പക്ഷേ അവസാനം അദ്ദേഹം പൂർണ്ണമായി അനിസ്ലാമിക പ്രവർത്തനങ്ങൾ അവർ ചെയ്തു എന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. ആദ്യം കട്ടുപ്പാറയിലെ എന്റെ പ്രസംഗം കേൾക്കുക. എന്നാൽ സഹോദരന്മാരെ, ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത്, ഇപ്പൊ വഞ്ചന നടത്തി ആരാന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ഇനി ഞാൻ പേരും കള്ളനാണെന്നല്ലേ പറഞ്ഞത്. ആരാണ് കള്ളനാകല്? നിങ്ങൾ ആരെങ്കിലും കേട്ടിനോ കഅബത്തുനിന്ന് കട്ടു, റൗള ശരീഫെന്ന് കട്ടു നിങ്ങൾ കേട്ടിനോ? അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മുജാഹിദിന്റെ ബുക്കിലാണ് വായിച്ചത്. ഇതാരാണ്? ഇത് ഈ മൊയ്ത് മൗലവി. ഈ മൊയ്ത് മൗലവി എന്ന് പറഞ്ഞാലോ
ഈ മൊയ്ത് മൗലവി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുജാഹിദിന്റെ നേതാവാണ്. ഇപ്പൊ പറഞ്ഞു വരുന്നത് ഈ മൊയ്ത് മൗലവി അയാൾ പറയുന്നത് മുജാഹിദീങ്ങളെ അവര് നജിദിൽ ആണല്ലോ ഇബ്നു അബ്ദുൽ വഹാബ് ജനിച്ചത്. അപ്പൊ അതെവിടെ ഉണ്ട്? അത് മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിച്ച ബുക്കിലുണ്ട്, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ഒരു ആമുഖം. അതിൽ പറയുന്നുണ്ട് ഈ നജിദ് എന്നാണ് ഇതിന്റെ തുടക്കം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദുആ ചെയ്യുമ്പോൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാതിരുന്നപ്പോ നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുള്ള സഹാബത്ത് പലരും മുഫി നജിദിന ആണ്, നജിദിന് വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2-3 പ്രാവശ്യം ദ്വാരന്നിട്ടും നജിദിന് വേണ്ടി ദ്വാരുന്നില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നജിദിന് പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ അതിന് കാരണം പറഞ്ഞു കൊടുത്തത് എന്താണ്? അതിന് കാരണം പറഞ്ഞു കൊടുത്തത് ഹുനാക സലാസിലു വബിഹാ യഖലു ഖർനു ശൈത്താൻ, അവിടുന്നാണ് കുലുക്കം, അവിടെയാണ് പിശാചിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്നത് എന്നല്ലേ പറഞ്ഞത്. ആ നജിദിലല്ലേ മുജാഹിദിന്റെ സ്ഥാപക നേതാവ് ജനിച്ചിട്ടുള്ളത്. ഞാനത് മുജാഹിദിന്റെ പുസ്തകം തന്നെ നോക്കി വായിക്കുന്നു. മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖം കേട്ടോളൂ. വഹാബി പ്രസ്ഥാനം എന്നു എതിരാളികളും മുവഹിദുകൾ എന്ന് അനുകൂലികളും വിളിക്കുന്ന ചിന്താധാര ഏതോ അതിന്റെ പ്രഭാവ കേന്ദ്രമായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് 1703 നജിദിൽ ഭൂജാതനായി. അപ്പൊ ആദ്യമായി ജനിച്ച ഇയാൾ നജിദിലാണ് ജനിച്ചത്. അവിടെയാണ് ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മൾ കാണുന്നു. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബഹുമാനം പറയാണ്, നബിയുടെ ഖബറിങ്കൽ സഹായാർത്ഥന നടത്താൻ പാടില്ലെന്നാണ് അദ്ദേഹം ആദ്യമായി പ്രഖ്യാപിച്ചത്. നൂൽ മന്ത്രിച്ച് ഊതുന്നതും ഉറുക്കു കെട്ടുന്നതും മഹാന്മാരുടെ മഖബറകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. മഖബറകൾ പൊളിച്ചു നീക്കുകയും ജനങ്ങൾ പൂജിക്കുന്ന വൃക്ഷങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തു. അങ്ങനെ മഖബറകൾ പൊളിച്ചു മാറ്റി. എന്നാ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇങ്ങനെയൊക്കെ വൃത്തികേട് ചെയ്തിട്ടുള്ള ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ ഇബ്നു അബ്ദുൽ വഹാബും അദ്ദേഹം നജിദുകാരനാണല്ലോ. ആ നജിദുകാരനായ ഇബ്നു അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് കേരളത്തിലെ അറിയപ്പെട്ട കോൺഗ്രസ് നേതാവായ മുജാഹിദിന്റെ വക്താവായ ഈ മൊയ്ദ് മൗലവി സാഹിബ്, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും, ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും. ആ പുസ്തകത്തിൽ അദ്ദേഹം ഷെയ്ഖിന്റെ വഫാത്ത് എന്ന അധ്യായത്തിൽ പറയുന്ന ഏതാണ്ട് 90 വയസ്സ് പ്രായമെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹിജ്റ 1206 ക്രിസ്താബ്ദം 1792 ഇഹലോകവാസം വെടിഞ്ഞു. അയാളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ട് പറയാണ്, നജിദികളുടെ തീഷ്ണതയുള്ള വാദഗതിയോട് ഹറമിലെ ഉലമാക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. നജിദികളുടെ തീഷ്ണതയുള്ള വാദഗതിയോട് ഹറമിലെ ഉലമാക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും ഷെരീഫിനെ സമീപിച്ചു. ഷെരീഫ് ഒരിക്കൽ കൂടി നജിദികൾക്ക് ഹിജാസിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. നജിദികൾ പഴയപടി സാമ്പത്തിക ഉപരോധത്തിന് തുനിഞ്ഞു. ഇറാൻ വ്യാപാര സംഘങ്ങളെ അലോസരപ്പെടുത്താൻ തുടങ്ങി. ഇറാഖിലും ഇറാനിലും പോകുന്ന കച്ചവടക്കാരെ അലോസരപ്പെടുത്താൻ തുടങ്ങി, കവർ ചെയ്യാൻ തുടങ്ങി. അതിന്റെ ശേഷം പറയുന്നത് കേട്ടോളൂ, തീർന്നില്ല. എന്നാൽ ഇത്തവണ ഈ തീപ്പൊരികൾ മധ്യ ഇറാഖിലും ഇറാനിലും എത്തി. ഹിജ്റ 1216 ക്രിസ്താബ്ദം 1802 കർബല, മുഅല്ല, നജ്, അഷ്റഫ്, ബലദുൽ ഹുസൈൻ തുടങ്ങിയ രാജ്യങ്ങളെ നജിദ് ആക്രമിച്ചു. അവിടങ്ങളിലെ ധനങ്ങളും കേട്ടോളൂ, അവിടങ്ങളിലെ ധനങ്ങളും ഖജാനകളും രത്നങ്ങളുമെല്ലാം പിടിച്ചെടുത്ത് അവ പട്ടാളക്കാരുടെ ഇടയിൽ വിതരണം ചെയ്തു. ഖബറുകളുടെ മേൽ പടുത്തുയർത്തിയിരുന്ന എടുപ്പുകൾ പൊളിച്ചു നീക്കി. ഇബ്നു അബ്ദുൽ വഹാബിന്റെ പട്ടാളക്കാർ ചെയ്തത് എന്താണ്? നജിദുകാർ ചെയ്തത് എന്താണ്? അത് ആളുകളുടെ ധനങ്ങളും ഖജാനകളും രത്നങ്ങളും എല്ലാം പിടിച്ചെടുത്ത് പട്ടാളക്കാർക്കിടയിൽ വിതരണം ചെയ്തു. ഖബറുകളുടെ മേൽ പടുത്തുയർത്തിയ എടുപ്പുകൾ പൊളിച്ചു നീക്കി. ഇനിയും കേട്ടോളൂ, മൊയ്ദ് മൗലവി എഴുതിയാണ്, CH മുഹമ്മദ് ഖായ സാഹിബല്ലേ ഇതിൽ അവതാരിക എഴുതിയത് ഈ പുസ്തകത്തിന്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആധികാരികത ഇല്ലാത്ത പുസ്തകമാണെന്ന് കരുതരുത്. നജിദുകാരുടെ ചരിത്രമാണ് പറയുന്നത്. പരിപാവനമായ കഅബയിൽ വിലപിടിച്ച, ഇനി കഅബത്തുനിന്ന് കവർ ചെയ്താ പറയും, പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു.
ഖബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി. എന്നാൽ നാട്ടുകാരെ യാതൊരു വിധത്തിലും ഉപദ്രവിച്ചിരുന്നില്ല. അവരുടെ നേരെ വളരെ മമതയോടും സൗഭ്രതയോടും കൂടി പെരുമാറി. പിറ്റേ ദിവസം ഷാപ്പുകളെല്ലാം തുറന്ന് ജനങ്ങൾ വ്യാപാരത്തിൽ വ്യാപൃതരായി. പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. അവിടെയും മക്കയിൽ ചെയ്ത പോലുള്ള പ്രവൃത്തികൾ ചെയ്തു. ഖബറുകളിലെ കുബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിനു കാരണമായി. സഹോദരന്മാർ മനസ്സിലാക്കണം, കഅബയിൽ കയറിയിട്ട് ഭണ്ഡാരം കൈവശപ്പെടുത്തി, നാണയങ്ങളൊക്കെ കൈവശപ്പെടുത്തി. എന്നിട്ട് മദീനയിൽ പോയിട്ട് അവിടെയും അതാ ഖബറുകളുടെ കുബ്ബ പൊളിച്ചു. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെയും ഉള്ളതൊക്കെ കൈവശപ്പെടുത്തി. ഇങ്ങനെ കഅബ ശരീഫിന്റെ ഉള്ളിൽ നിന്ന്, റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് പണം കവർച്ച ചെയ്ത ഒരു കമ്പനി ഉണ്ടെങ്കിൽ, ഓ സലഫി, നിങ്ങളല്ലാതെ മറ്റാരാണ്? നിങ്ങളെ കക്ഷികളല്ലാതെ കഅബത്തിൽ കവർ ചെയ്ത മറ്റൊരു കക്ഷി ലോകത്ത് ജീവിച്ചിട്ടുണ്ടോ? റൗളാ ശരീഫിൽ മദീനയിൽ റൗളയുടെ ഉള്ളിൽ നിന്ന് പണം പിടുങ്ങിയ കക്ഷികൾ നിങ്ങളെ കക്ഷികളല്ലാതെ ജീവിച്ചിരുന്നിട്ടുണ്ടോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അദ്ദേഹം ഇവിടെ സ്റ്റേജുമിലിരിക്കുമ്പോ ആളുകൾ നേർച്ച പൈസ കൊണ്ടുവന്ന് കീശയിലിടുമ്പോ അതിനെ പരിഹസിച്ച മൗലവിയോട് ചോദിക്കട്ടെ, നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എഴുതിയതല്ല, മർഹൂം ഇ കെ ഉസ്താദോ കന്യത്ത് ഉസ്താദോ എഴുതിയതല്ല, മറിച്ച് നിങ്ങളെ നേതാവായ ഈ മൊയ്ദ് മൗലവി സാഹിബ് അദ്ദേഹമല്ലേ ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഈ പുസ്തകത്തിന് കേരളത്തിലെ ഒരൽപ്പ ദിവസത്തെ മുഖ്യമന്ത്രി വരെ ആയി തീർന്നിരുന്ന CH മുഹമ്മദ് കോയ സാഹിബല്ലേ അവതാരിക എഴുതിയത്. നിഷേധിക്കാൻ കഴിയുമോ? എന്റെ പ്രസംഗം മുജാഹിദുകൾ കേസറ്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. സന്തോഷം തന്നെ. എനിക്കിതിന്റെ മറുപടി നാദാപുരത്ത് നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് മുജാഹിദുകളെ ഹുസൈൻ സലഫി നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടു. ഇത് ഞാൻ അവിടുന്ന് പ്രസംഗിച്ചപ്പോ മൗലവി നാദാപുരത്ത് വന്നിട്ട് മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ശ്രമിച്ചിട്ടെന്താ ആയത്? അതാ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അയാൾ പറയുന്നത്, ഭരണം കിട്ടിയപ്പോ ഇസ്ലാമിനെതിരായ അങ്ങനത്തെ പല സംഗതിയും ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്നു എന്നാണ്. അത് ഞങ്ങൾ സമ്മതിക്കുന്നു എന്നാണ്. ഒന്ന് വെച്ചുകൊടുത്താ മോനെ. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത അത്തരം സംഗതികളെ അധികാരം കിട്ടിയപ്പോൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ സംശയം ഒന്നും വേണ്ടതില്ല. ആരും നിഷേധിക്കുന്നില്ല. അതയാൾ നിഷേധിക്കുന്നില്ല. അപ്പോ മഖബറുകൾ പൊളിച്ചു. അതുപോലെ കവർച്ചകൾ, കഅബയിൽ നിന്ന് കവർച്ച ചെയ്തു. അതുപോലെ റൗളാ ശരീഫിൽ നിന്ന് കവർച്ച ചെയ്തു എന്ന് അവരുടെ നേതാവ് എഴുതി. ഇയാൾ പറയുന്നത് പേരോട് ആരോപണം പറഞ്ഞാണ് തുടക്കത്തിൽ പറയുന്നുണ്ട്. അവസാനം പറഞ്ഞത് അവസാനിപ്പിച്ചെങ്ങനെയാണ്? അങ്ങനത്തെ പലതും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത അത്തരം സംഗതികളെ അധികാരം കിട്ടിയപ്പോൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ സംശയം ഒന്നും വേണ്ടതില്ല. ആരും നിഷേധിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇയാൾ പറയുന്നത് ഞങ്ങള് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല. ആര്? മുജാഹിദാ പറയുന്നത്. ഞങ്ങൾ സലഫിയ പറയുന്നത്. നാദാപുരത്തെത്തിയപ്പോ പറയുന്നത് ഞങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ലാന്ന്. കാരണം ഇയാളെ അനുയായിയാകാൻ വളരെ മോശമാണെന്ന് ഇപ്പൊ തോന്നി തുടങ്ങുക. അതാണ് ഖണ്ഡന പ്രസംഗത്തിന്റെ പവർ. ഒക്കെ സമ്മതിക്കണം. ഞാൻ ഇതിനാ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇത് സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ തോന്നുന്നത് ഇയാൾ അനുയായിയാണ് എന്ന് പറഞ്ഞാല് അത് വളരെ മോശം തന്നെയാണ്. കഅബത്തുനിന്ന് കവർ ചെയ്യുന്ന കക്ഷികളാണെന്ന് തന്നെ മോശമല്ലേ? റൗളാ ശരീഫിന് കവർ ചെയ്യുന്ന ആളാണെന്ന് തന്നെ മോശമല്ലേ? പക്ഷെ ഈ മോശം നമ്മളാരും എഴുതിയല്ലോ. അവരെ പുസ്തകത്തിൽ അവരും എഴുതിയിട്ടല്ലേ. നമ്മൾ അവരുടെ എതിരാളികൾ എഴുതിയതല്ല ഉദ്ധരിക്കുന്നത്. അവരും എഴുതിയല്ലോ ഉദ്ധരിച്ചത്. അതൊന്ന് വെച്ചോട്ടവനെ. പക്ഷേ മുജാഹിദുകൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല. പക്ഷേ മുജാഹിദുകൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല. അപ്പോ മുജാഹിദുകൾ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല എന്നപ്പോ പറയുന്നു. നാം മുജാഹിദ് സെന്ററിന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞത് എന്താണ്? ഈ പുസ്തകത്തിൽ പറഞ്ഞത് മുസ്ലിം ലോകത്താകമാനം ഇന്ന് വിശ്വാസ, വിജ്ഞാന, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ അലയടിക്കുന്ന പുതിയ ചൈതന്യത്തിന്റെ ഉത്ഭവ കേന്ദ്രം ഈ പരിഷ്കർത്താവത്രേ.
വഹാബി പ്രസ്ഥാനമെന്ന് എതിരാളികളും മുവഹിദുകൾ എന്ന് അനുകൂലികളും വിളിക്കുന്ന ചിന്താധാര ഏതോ അതിന്റെ പ്രഭാവ കേന്ദ്രമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 1703 നജ്ദിൽ ഭുജാതനായി എന്നാണ് അവര് മുജാഹിദ് എന്ന് പ്രസിദ്ധീകരിക്കുന്ന ബുക്കിൽ പറഞ്ഞത്. മൗലവിക്ക് ഇത് കേട്ടുനോക്കുമ്പോ എന്തോ ഒരു നാണക്കേട്. ഞങ്ങള് അയാളെ അനുയായികളല്ല. എന്നിട്ട് മൗലവി പറഞ്ഞു ഞങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികളാണ്. പിന്നെ അതാ ബുക്കിൽ അങ്ങനെ തന്നെ പറഞ്ഞുകൂടായിനോ? ഇതിന്റെ പ്രഭാവ കേന്ദ്രം മുഹമ്മദ് നബിയാണ്. പുസ്തകത്തിൽ പറഞ്ഞ മുഹമ്മദ് അബ്ദുൽ വഹാബാണ് എന്നല്ലേ? എന്തേ അത് പുസ്തകം എഴുതുമ്പോൾ ആലോചിക്കാതിരുന്നത്? നിങ്ങളെ പ്രഭാവ കേന്ദ്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് എന്തേ പറയാതിരുന്നത്? എന്നാൽ ഞാൻ ചോദിക്കുന്നു, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ദിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. കാരണം അവിടെ ഇയാൾ ജനിക്കുന്നത് കൊണ്ട് ഞാൻ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എങ്കിൽ അയാളെ പറ്റി ആരോപണം പറഞ്ഞു കളഞ്ഞു എന്ന് ഞങ്ങളെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? അയാളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾ പറയേണ്ടത്? നിങ്ങൾ എന്തേ സമ്മതിക്കാതിരുന്നത്? എന്നാൽ അതും പോരാ, ഇയാള് ഒന്നുകൂടി പറയും. അതാണ് ഇയാൾ പറയുന്നു, പേരോടൊരു ധൈര്യമുണ്ടോ? എന്തിനാ ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? ഞാൻ അവിടെ അവരുടെ പുസ്തകം വായിക്കുന്ന സമയത്ത് മഖബറുകൾ പൊളിച്ചു നീക്കുകയും ജനങ്ങൾ പൂജിക്കുന്ന വൃക്ഷങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തു എന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു. അങ്ങനെ അയാൾ എനിക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന വാചകം ഒന്ന് കേട്ടോളി. കണ്ടോ, നജ്ദുകാരനാണ്. ആ നജ്ദുകാരനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവിടെ എന്താ ചെയ്തത്? ഹിന്ദുക്കൾ ആരാധിക്കുന്ന പൂജിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി. ഇത് വെറുതെ അങ്ങ് കുഴപ്പമുണ്ടാക്കാൻ പറഞ്ഞതല്ലേ? ഇയാൾക്ക് അങ്ങനെ വാദമുണ്ടോ? ഇയാൾക്കത് എല്ലായിടത്തും വെച്ച് പറയാൻ ധൈര്യമുണ്ടോ? അതിന്റെ നിങ്ങൾ പറയാൻ കാരണം എന്റെ സീഡിയിലോ ഇല്ലാന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാ ചോദിച്ചത് എല്ലായിടത്തൊന്നും പറയാൻ ധൈര്യമുണ്ടോ? കാരണം ഒരു വാക്ക് അമുസ്ലിങ്ങൾ എന്ന് പറയേണ്ട സ്ഥലത്ത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു പോയതാ വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മതമില്ലാത്തവരായിരുന്നാലും അമുസ്ലിങ്ങൾ എന്നത് നമുക്ക് ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. ആ അമുസ്ലിം സഹോദരന്മാർ ആരാധിച്ചിരുന്ന വൃക്ഷം അല്ലെങ്കിൽ പൂജിച്ചിരുന്ന വൃക്ഷം മുറിച്ചു മാറ്റിയത് ഞാൻ എഴുതിയതല്ലോ, നിങ്ങളെ പുസ്തകത്തിൽ നിങ്ങൾ തന്നെ എഴുതിയതല്ലേ? ജനങ്ങൾ പൂജിക്കുന്ന വൃക്ഷങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തു. അല്ലെ, വൃക്ഷത്തിനെ പൂജിക്കുന്നവൻ മുസ്ലിം ആണ് എന്ന് ഇവർ പറയട്ടെ, അവൻ അമുസ്ലിം അല്ല എന്ന് പറയട്ടെ. അതുകൊണ്ട് മൗലവി അടുത്ത പ്രസംഗത്തിൽ പറയേണ്ടത് മുസ്ലിങ്ങൾ പൂജിക്കുന്ന വൃക്ഷമാണ്. പൂജയും വൃക്ഷങ്ങളെ പൂജിച്ചാൽ അവർ അമുസ്ലിമാവൂല, മുസ്ലിം തന്നെയാണ് എന്നൊരു ഫത്വ മൗലവി പറയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ ഹിന്ദുക്കൾ വാചകം അമുസ്ലിങ്ങൾ എന്ന് പറയേണ്ട സ്ഥലത്ത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു പോയതിനെ പിടികൂടുകയാണ് മൗലവി. എന്നിട്ട് അത് നമ്മളെ സീഡിയിലില്ല. എന്റെ മൂപ്പര് തെരഞ്ഞു പിടിച്ച് ഓഡിയോ കേസറ്റിന് പിടിച്ചു കൊണ്ടുവന്നിട്ട് അതാ കേൾപ്പിച്ചത്. എന്നിട്ടാ ചോദിക്കുന്നത് അവിടെ ഹിന്ദുക്കളുണ്ടോ? ഹിന്ദുക്കളാകണമെന്നുണ്ടോ? അമുസ്ലിങ്ങൾ പൂജിക്കുന്ന വൃക്ഷം നിങ്ങൾ മുറിച്ചു തന്നെയല്ലേ പറഞ്ഞതിനർത്ഥം? അല്ലാതെ മുസ്ലിങ്ങൾ വൃക്ഷത്തിനെ പൂജിക്കാറുണ്ടോ? ഇനി അടുത്തത് ഞാൻ കേൾപ്പിക്കുന്നത് മൂപ്പര് പറയുന്നു, ഞങ്ങൾ അങ്ങനത്തെ ഒരു കുഴപ്പത്തിനും പോകുന്നവരല്ല, ഞങ്ങൾ ആരെയും കൊല്ലൂല, ഞങ്ങൾ ഒന്നിനും പോകൂല, ഞങ്ങൾ അമ്പലം പൊളിക്കൂല, അങ്ങനത്തെ ഒരു പരിപാടിക്കും പോകൂല. അതൊന്ന് കേട്ടോളി. എന്നാൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങളടക്കമുള്ള ആളുകൾക്കറിയില്ലേ മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന്? മുജാഹിദുകൾ ഒരാളെയും അകാരമായി നോവിക്കാറില്ല. ഏതെങ്കിലും അമ്പലം തകർക്കാൻ പോകാറുണ്ടോ? ഏതെങ്കിലും ആളുകളെ കൊന്നുകളയാൻ പോകാറുണ്ടോ? മൗലവി ശ്രദ്ധിച്ചു പറഞ്ഞ വാചകം കണ്ടില്ല നിങ്ങൾ? ആരെങ്കിലും കൊല്ലാൻ പോകാറുണ്ടോ? കൊല്ലണം എന്നവർക്ക് ആവശ്യമുണ്ട്, പക്ഷെ അവർ കൊല്ലാൻ പോകലില്ല. കാരണം വരവും ചെലവും നോക്കി നോക്കൂല വിചാരിച്ചിട്ട്. അതാണ്, അല്ലാതെ കൊല്ലണം എന്നുള്ള അവരുടെ ആശയാണ്. അതവർ അൽമനാറിലുണ്ട്. അതുകൊണ്ട് ആ മൗലവി ശ്രദ്ധിച്ച് അയാൾക്കറിയാം ഞാനത് വായിക്കുന്നു. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തത്? കൊല്ലാൻ പോകാറുണ്ടോ എന്ന് ചോദിച്ചത്. ഞങ്ങൾ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നില്ല. കാരണം അൽമനാർ 981 ഒക്ടോബറിലെ അൽമനാർ, ആ അൽമനാറിൽ വ്യക്തമായി അവർ എഴുതിയതാണ് എന്ത്? ഖബറുകൾക്ക് നേർച്ച ചേരുന്നവരെ കൊല്ലണം. ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. ഖബറുകൾക്ക് നേർച്ച ചേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവരുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യ പൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നുമൊക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശിരിക്കും ആയിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. അപ്പോ ഖബറുകൾക്ക് നേർച്ച നേരുന്നവരെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് മുഖപത്രമായ അൽമനാറിൽ 981 ഒക്ടോബറിൽ എഴുതി വെച്ചാണ് മൗലവിമാര്.
ആ മൗലവി അതാണ്ടാ പറഞ്ഞത്, കൊല്ലാൻ പോകാറുണ്ടോ എന്ന്. കൊല്ലണം എന്നുള്ളത് നിർബന്ധമാണ്, കൊല്ലുന്ന ഒരാശയാണ്. പോകാത്തതിന്റെ കാരണം പരമം ചെലവൊക്കാത്തതുകൊണ്ടാണ്, അത് വേറൊരു വിഷയമാണ്. ഇനി ഞാൻ കൽപ്പിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരുപാടുണ്ട് വായിക്കാൻ. മൗലവി വെറുതെ എന്നെ കൊണ്ട് ഇതൊക്കെ വായിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഞാൻ കൽപ്പിക്കാൻ പോകുന്നത് അറിയോ? ഇവരുടെ തന്നെ മൗലവി KC അബൂബക്കർ മൗലവി, അയാൾ അവരുടെ തന്നെ പത്രം എന്താണ് അൽ ഇത്തിഹാദ്. ഈ അൽ ഇത്തിഹാദ് പത്രത്തിൽ അതിലെന്താ പറഞ്ഞത് കേട്ടോളി. ഇവര് കവർച്ച ചെയ്യുകയും നൂറുകണക്കിന് ആളുകളെ കൊല്ലുകയും എന്നിട്ട് രക്തപ്പുഴക്കുകയും ചെയ്തതിന് ശേഷം അയാൾ തന്നെ പറയുന്നു, കാഫിറുകളോടുള്ള സമീപനം തന്നെയാണ് ഇവർക്ക് മുസ്ലിമീങ്ങളോടും ഉള്ളത്, അതുകൊണ്ടാ കൊന്നത്. അപ്പൊ ഏതായിരുന്നാലും ആ മുസ്ലിമീങ്ങളെ കൊല്ലണമെന്നും മുസ്ലിമീങ്ങളെയും കൊല്ലണമെന്നാണ് ഒരാശയം. ഞാൻ വായിച്ചു കേൾപ്പിച്ചേരാ കേട്ടോളി. 1801 ഏപ്രിൽ 30 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. അവിടേക്ക് അനർബികളായ സന്ദർശകന്മാര് വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വിലപിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല. എത്രയോ ആളുകളെ കൊല്ലുന്നതിനും മഖാം കൊള്ളയടിക്കുന്നതിനും അവിടെ അനർബികളായ പുറത്തുനിന്ന് വന്ന ആളുകളെ കൊന്നുകളയുന്നതിനും അവരുടെ രത്നങ്ങൾ പിടിച്ചെടുക്കുന്നതിനും ഒരു വിഷമവും ഒരസഹ്യമായി അവർക്ക് തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഖബറിന് വഴിപാട് കൊടുക്കുന്ന അവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന വീക്ഷണഗതി കാഫിറുകളുടെ നേർക്കുണ്ടായിരുന്ന അതേ വീക്ഷണഗതി തന്നെയായിരുന്നു. ഓ സലഫി, പറയണം നിങ്ങൾ, KC അബൂബക്കർ മൗലവി നിങ്ങളെ നേതാവല്ലേ? അല്ലേ അല്ലേ? അൽ ഇത്തിഹാദ് നിങ്ങളെ നേതാക്കൾ EK മൗലവി പുറത്തിറക്കിയ പത്രമല്ലേ? അതിൽ നിന്നാ ഞാൻ വഹിക്കുന്നത്. അതെ, ഖബറിന് നേർച്ച ചെയ്യുന്നവരോട് കാഫിറുകളോടുള്ള വീക്ഷണഗതി തന്നെയായിരുന്നുവെന്നും അതെ, ഖബറിന് നേർച്ച ചെയ്തവരെ കൊന്നുകളയുകയാണ് ചെയ്തതെന്നും അതുപോലെ മഖാം കൊള്ളയടിക്കുകയാണ് കർബലയിൽ നിങ്ങൾ ചെയ്തതെന്നും നിങ്ങളെ പത്രത്തിൽ നിങ്ങളെ നേതാവ് എഴുതിയിട്ടില്ലേ? ഇനിയും എത്രയോ വായിക്കാനുണ്ട്. ഞാൻ വിശദമായി പറയാൻ സമയം പോരാ. ഞാൻ ഒന്നുകൂടി വായിച്ചു കൽപ്പിക്കട്ടെ, കേട്ടോളൂ. എന്നാൽ വഹാബികൾ ഈ അവസരം അസലായി ഉപയോഗിച്ചു. അവർ വേഗം ഹിജാസിലേക്ക് കുതിക്കുകയും ഹറമൈനിയിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന ഔലിയാക്കളുടെ ഖബറുകളും മറ്റും പൊളിച്ച് അവിടെ ഉണ്ടായിരുന്ന രത്നങ്ങളും മറ്റും കൊള്ളയടിച്ച് പരസ്യമായി മാർക്കറ്റിൽ ലേലം ചെയ്തു വിറ്റു. ഇത് നിങ്ങളെ നേതാവ് KC അബൂബക്കർ മൗലവി എഴുതിയിട്ടില്ലേ? ഈ മൊയ്ത മൗലവി മാത്രമല്ല, ഇനിയും കേട്ടോളൂ. വെള്ളിക്കിനാദികളും വെള്ളിപ്പാത്രങ്ങളും വെള്ളി വിളക്കുകളും അവർ ഉരുക്കി വിറ്റ് അതിന്റെ വില പരിശുദ്ധ നാടിന്റെ സംരക്ഷകന്മാർക്ക് വിധിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സംഭവം ഹിജ്റ 1220 ക്രിസ്താബ്ദം 1805 നടന്നത്. ഇനിയും കേട്ടോളൂ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ആക്രമണം. പിന്നീട് വഹാബികൾ ഇറാഖിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ യാറത്തിലേക്കാണ് തിരിച്ചത്. എന്നിട്ട് അതിലാക്രമിച്ച സംഭവവും പറഞ്ഞിട്ട് പിന്നെയും കാണാം എത്രയാണ്. അടുത്ത കൊല്ലം വഹാബികൾ ഫുറാത്ത് നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ആന ആക്രമിക്കുകയും എന്നിട്ട് ദിമസ്കിലേക്ക് മുന്നേറുകയും ചെയ്തു. അന്ന് അവിടുത്തെ അമീറായ യൂസുഫ് പാഷയെ അവിചാരിതമായി പിടികൂടിയത് കൊണ്ട് അദ്ദേഹം അവരോട് സൗഹാർദ്ദം കാണിക്കുവാൻ നിർബന്ധിതനായി. അദ്ദേഹവും പട്ടണവാസികളും വഹാബി പ്രബോധനം സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തു. കൂടാതെ അവിടുന്ന് ഹജ്ജിന് വരുന്ന കാഫിലയെ ദ്രോഹിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവർക്ക് കുറെ സംഖ്യയും കൊടുത്തു. വഹാബികൾ കൈക്കൂലി വാങ്ങിയത് എന്തിനാണ്? ഹജ്ജിന് വരുന്നവരെ ആക്രമിക്കാതിരിക്കാൻ. എന്നാ കേട്ടോളൂ, എന്നിട്ട് ഇവർ ചെയ്ത അക്രമം എന്താണ്? എന്നാൽ വഹാബികൾ ആ സംഖ്യ വാങ്ങുകയും കുറെ ദൂരം കാഫിലയുടെ കാവൽക്കാരായി പോവുകയും ചെയ്തുവെങ്കിലും വഴിമധ്യേ വെച്ച് ഹജ്ജാജികളുമായി വഴക്കുണ്ടാക്കിയത് നിമിത്തം കാഫിലയുടെ സാമാനം അവർ പിടിച്ചെടുത്തു. അതെ, ഇത് മുജാഹിദിന്റെ നേതാക്കന്മാര് അവരെ പത്രത്തിൽ എഴുതിയതാ. നമ്മുടെ സക്കരിയ സലാഹി പറയുന്നുണ്ട്, നല്ല മലയാളത്തിൽ പഴക്കം പറയരുത് സുന്നികൾ പണ്ട് പറഞ്ഞിരുന്നു. ഇത് മുജാഹിദിന്റെ പത്ര വായിക്കുന്നത് മുജാഹിദുകൾ തന്നെയാണ് എഴുതുന്നത്. അതെന്താ എഴുതിയത്? നല്ല മലയാളത്തിൽ പഴക്കം പറയരുത് സക്കരിയ സലാഹി പറയാറുണ്ടല്ലോ. അത് മുജാഹിദ് മൗലവിമാർ തന്നെയാ പറഞ്ഞത്, സുന്നികളല്ല. അവരെന്താ എഴുതിയത്? എഴുതിയ വായിച്ചരാ. വഴക്കുണ്ടാക്കിയിട്ടും കാഫിലയുടെ സാമാനം അവർ പിടിച്ചെടുത്തു. എന്നിട്ടോ
പിന്നെയും എഴുതുന്ന നോക്കോളൂ. അതിനാൽ കാഫില ദിമസ്കിലേക്ക് തന്നെ മടങ്ങിപ്പോയി. കൂടെ തന്നെ വഹാബികളും ദിമസ്കിലേക്ക് തിരിച്ച് പട്ടണം വളഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അവിടുത്തെ ഗവർണർ പ്രതിരോധ ശക്തി സജ്ജീകരിച്ചതുകൊണ്ട് വഹാബികൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഊത്തയിലെ പട്ടണങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് അവർ തിരിച്ചുപോയി. പോയ സ്ഥലം മുഴുവനും കൊള്ളയടിച്ച ചരിത്രമല്ലാതെ ഈ കക്ഷികൾക്കുണ്ടായിട്ടുണ്ടോ? എന്നെക്കൊണ്ട് ഇതൊക്കെ വായിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ നിലക്ക് കൊള്ളയടിയും കവർച്ചയും കബറുപൊളിയും കൊലയുമല്ലാതെ ഇവരെ ചരിത്രത്തിൽ എന്താണ് പറയാനുള്ളത്? ഇത് ഞാനല്ലല്ലോ പറഞ്ഞത്. നിങ്ങളുടെ പത്രത്തിൽ നിങ്ങളുടെ നേതാവ് KC അബൂബക്കർ മൗലവിയല്ലേ എഴുതി വെച്ചത്. ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ? അമുസ്ലിം സഹോദരന്മാർ ഇവരെ സംബന്ധിച്ച് എഴുതിയിട്ടില്ലേ? ഇവർ അതേ തീവ്രവാദികളാണെന്ന്, വഹാബികൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളാണെന്ന് എഴുതിയിട്ടില്ലേ? അമുസ്ലിങ്ങൾക്ക് ഇവരെ നന്നായി അറിയാമെന്ന് പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങളടക്കമുള്ള ആളുകൾക്കറിയില്ലേ മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന്? വായിച്ചോളൂ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഓർക്കണം. ഇവർ പിന്നെയും പറയുന്നത് എന്താണ്? ഇയാൾ പറയാണ് ഇത് അമുസ്ലിമിക്ക് വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പേരോട് കള്ളം പറഞ്ഞതാണ്. അപ്പരിപാടിയൊക്കെ അപ്പുറത്താ. എന്തിന്? വെറുപ്പുണ്ടാക്കാൻ വേണ്ടി പറയാം. നമ്മളുള്ള സത്യം പറയാം. അത് നിങ്ങളെ പത്രം വായിച്ച് പറയാം. നേരെ മറിച്ച് വെറുപ്പുണ്ടാക്കാൻ പറയുന്നുണ്ട്. നാദാപുരത്ത് മൗലവി എത്ര കരിഞ്ഞോക്കി എന്നോട് വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിഴൻ ഉസ്താദിന്റെ വിരോധിയാണ് എന്ന് പറയാൻ. എത്രയേ മൗലവി അതിന് മെനക്കെട്ടൊക്കിയത്. പക്ഷെ നടക്കുന്നില്ല മൗലവിക്ക്. ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. മൗലവി അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോ ഞാൻ വെല്ലുവിളിച്ചു മൗലവിനെ. കിഴൻ ഉസ്താദിനെതിരായിട്ട് ഞാൻ വല്ലതും പറഞ്ഞത് തെളിയിച്ചു തരാൻ കഴിയുമോ? അപ്പോ അതൊന്ന് ആദ്യം കേൾപ്പിക്കാം. അത് അയാൾ എന്നെ സമ്മതിക്കുന്നത് കേൾപ്പിക്കാം. ഞാൻ വെല്ലുവിളിച്ചു. ഒന്ന് വെച്ചുകൊടുത്താ മോനെ അല്ലേ? എന്നിട്ട് മൂപ്പര് പറയുന്നത് ഞാൻ കീഴനെ ഈ കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായിട്ട് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാണോ എന്ന് വെല്ലുവിളിക്കാൻ. ആ വെല്ലുവിളി നേരിടല്ലേ വേണ്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞതുണ്ടെങ്കിൽ ഒരു കേസറ്റ് ഹാജരാക്കുക, അല്ല ഞാൻ എഴുതിയ ഏതെങ്കിലും ഒരു പുസ്തകം ഹാജരാക്കുക. നേരെ മറിച്ച് എന്നെ സംബന്ധിച്ച് എന്റെ എതിരാളികൾ പച്ചക്കള്ളം പറഞ്ഞതാണോ ഈ ഞാൻ തീർ ഉസ്താദിനെ പറഞ്ഞു എന്നുള്ളൊരു തെളിവ് ധരിക്കേണ്ടത്? എതിരാളികൾ പറയുന്നത് തെളിവാകുമെന്ന് ഏത് കിതാബിലാണ് പറഞ്ഞത്? എതിരാളികൾ സാക്ഷിക്ക് പറ്റൂല എന്നല്ലേ എല്ലാ കിതാബിലുള്ളത്? അപ്പൊ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കിയ പച്ച നോണ എന്നിട്ട് സ്റ്റേജിൽ എന്ന് പറയല്ലേ ഈ മൗലവി ചെയ്തത്? ഇയാൾക്ക് എന്ത് ഖുർആനിലെ വിശ്വാസമുള്ളത്? ഏത് ഹദീസിലെ വിശ്വാസമുള്ളത്? അതൊന്ന് വെച്ചു കൊടുക്കും. എന്നെ സംബന്ധിച്ച് പച്ചക്കള്ളം ഈ പറഞ്ഞത്. അതിന് ഞാൻ ഉദാഹരണം പറയാം. ഞാൻ പറയുന്നതിന് മുമ്പ് ഒന്ന് വിശദീകരിച്ചു തരാം. ഒന്നാമത് ഇയാൾ പറയുന്നത് കിഴനെ പുകഴ്ത്തുന്നതിന്റെ കുട്ടൻസ്, ഈക്കയെ പുകഴ്ത്തുന്നതിന്റെ കുട്ടൻസ് ഞങ്ങൾക്കറിയാം. ഇയാൾക്ക് എവിടുന്ന കുട്ടൻസ് വരാൻ? ഇയാളെന്ത് കുട്ടനാ? ഇയാൾ കുട്ടൻസ് മനസ്സിലായുള്ളൂ. എന്റെ മനസ്സിലെന്താ നീയത്ത് ഇത് മനസ്സിലാകാൻ? ഇയാളല്ലേ പ്രസംഗത്തിൽ പറഞ്ഞ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭകം എന്ന ഒരു തന്നെ ശിർക്കാണ്. അപ്പൊ അവനെ പറയുന്നത് എന്റെ മനസ്സിലെ കുട്ടൻസ് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. ഇയാൾ ശിർക്കല്ലേ പറഞ്ഞത് അയാളെ ഭാഷയിൽ? എന്നിട്ട് അയാൾ പറയുന്നത് എന്തറിയോ? അത് നമുക്ക് കേൾപ്പിച്ചു തരാം. ഞാന് ഫിഖ്ഹിന്റെ കിതാബ് ഒന്ന് മറച്ചു നോക്കണമെന്ന് നാദാപുരത്ത് വെച്ചൊക്കെ പ്രസംഗിച്ചിരുന്നു. അത് കിഴൻ ഉസ്താദിനോടാ പറഞ്ഞതെന്നാണ് മൂപ്പര് സമർത്ഥിക്കുന്നത്. അത് അയാൾ പറഞ്ഞു എന്ന് കേൾപ്പിച്ചിട്ട് ഞാൻ എന്റെ മറുപടി പറഞ്ഞുതരാം. അപ്പൊ മനസ്സിലാവും ഈ മൗലവിന്റെ കള്ളത്തരം. ചേട്ടെ, നാദാപുരത്ത് മാത്രമേ ഖുത്ബ കേൾക്കാണ്ടുള്ളൂ. അപ്പൊ ഖുത്ബ കേൾക്കുക. ചിലര് പറയുന്ന 40 ആള് കേട്ടാ മതി എന്ന് കിതാബിലില്ലേനാ. ഈ ഫിഖ്ഹിന്റെ കിതാബ് ശരിക്കും മനസ്സിലാക്കാത്തതാണ് എല്ലാ അബദ്ധവും. ഫിഖ്ഹിന്റെ കിതാബ് അവരൊന്ന് മറിച്ചു നോക്കട്ടെ. ആരോടാ പറയുന്നത് മറിച്ചു നോക്കാൻ? കിയനയോട്. ആരോടാ പറയുന്നത് മറിച്ചു നോക്കാൻ? കിയനയോട്. കുട്ടിയായിരിക്കുമ്പോ അങ്ങും സംശയം ചോദിച്ചതല്ലേ? അപ്പോ ഞാൻ ഫിഖ്ഹിന്റെ കിതാബ് മറിച്ചു വെക്കാൻ പറഞ്ഞ കിഴനയോടാണ്. കിഴനയോട് ഞാൻ മുമ്പ് ഫിത്ർ സക്കാത്തിന്റെ വിഷയം ചോദിക്കാൻ പോയപ്പോ അങ്ങും ഇങ്ങും ചോദിച്ചു എന്ന് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ മൂപ്പര് പറയാണ്, കണ്ടോ പേരോടിനോട് ഇങ്ങോട്ടും ചോദിച്ചു പഠിച്ചു എന്നാ പേരോട് പറയുന്നത്. വേറെ ഒരു സ്ഥലത്ത് ഇയാൾ പറയുന്നുണ്ട്. അതാ പറഞ്ഞില്ല അർത്ഥം. എന്നാ ഞാൻ പറയട്ടെ, ഈ മൗലവിനെ വിചാരണ ചെയ്യാണ് ഇവിടെ വെച്ചെന്റെ ശിക്ഷയും വിധിക്കുകയാണ്. ശരിക്കും കേൾപ്പിച്ചു തരാം. ഞാൻ ചോദിക്കട്ടെ, കിഴൻ ഉസ്താദിനോടാണ് ഞാൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞത് മൗലവിന്റെ ജീവിതത്തിൽ തെളിയിക്കാൻ കഴിയോ? കാരണം കിഴൻ ഉസ്താദ് വഫാത്തായത് 2000-ലാണ്. ഞാൻ പ്രസംഗം നടത്തിയ 2005-ലാണ്.
2000 വഫാത്തായിപ്പോയ കീഴ ഉസ്താദിനോട് 2005 ഞാൻ പറയുന്നത് കിതാബ് മറച്ചു നോക്കുന്നത് കീഴ ഉസ്താദിനോടാണ് പോലും ഞാൻ മറച്ചു നോക്കാൻ പറഞ്ഞത്. ഇനി ആരോപണം പറയുമ്പോൾ കുറച്ചൊന്ന് ആലോചിക്കണം. എന്നിട്ട് പിന്നെയും മൂപ്പർ എന്താ പറയുന്നത്, ഞാൻ കീഴ ഉസ്താദിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, കീഴ ഉസ്താദിനോട് എന്നോട് ഇങ്ങോട്ടും ചോദിച്ചു, ഈ മൗലവി കീഴ ഉസ്താദിനെ കണ്ടിനോ? കീഴ ഉസ്താദിനെ ഈ മൗലവി കണ്ടിരുന്നോ? കീഴ ഉസ്താദുമായിട്ട് ഒരു വാക്ക് ഈ മൗലവിക്ക് സംസാരിക്കാൻ ജീവിതത്തിൽ ഭാഗ്യം കിട്ടിയിരുന്നോ? കീഴ ഉസ്താദിനോട് 100 വിഷയങ്ങൾ ചോദിച്ച് പഠിച്ചിട്ട് ഈ മൗലവിമാരെ മുഴുവനും എതിർക്കാനുള്ള പല വിഷയങ്ങളും ഞാൻ പഠിച്ച കീഴ ഉസ്താദിന്റെ ഇരുന്നാണ്. ഉസ്താദിന്റെ ഇരുന്ന് പഠിച്ചതാണ് ഞാൻ പല വിഷയങ്ങളും. അപ്പൊ കീഴ ഉസ്താദിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞെന്താ, അത് ഈ മൗലവിക്ക് കീഴ ഉസ്താദിന് പരിചയമില്ലാത്തതുകൊണ്ടാണ് അതെന്റെ പേരിൽ വെച്ച് കിട്ടിയത്. ഞാൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് പഠിച്ചതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത്. കീഴ ഉസ്താദിന്റെ സാധാരണ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരാളൊരു കാര്യം ചോദിക്കാൻ വന്നാൽ ഉസ്താദ് പെട്ടെന്ന് മറുപടി പറയില്ല. ഉസ്താദിന്റെ പരിപാടി എന്താണ്, ചോദിച്ച ആളോട് തന്നെ അങ്ങോട്ട് ചോദ്യം ചോദിക്കും, എന്നിട്ട് ചോദിച്ച ആൾ കൊണ്ട് തന്നെ മറുപടി പറയിക്കും. അങ്ങനെയാണ് ചോദിച്ചിട്ട് ചോദിച്ച ആൾ കൊണ്ട് തന്നെ മറുപടി പറയിക്കും. അതാണ് ഉസ്താദിന്റെ സാധാരണ സ്വഭാവം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു ഉസ്താദിന്റെ പതിവാണ്. അത് ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാണ്ടായിപ്പോണ്ട. ശൈഖുന കീഴന സ്മരണിക, ഞങ്ങളാരും പുറത്തിറക്കിയൊന്നല്ല, ഇത് കടമേരി കോളേജിൽ നിന്ന് മറുഭാഗം സമസ്തയുടെ ആളുകൾ പുറത്തിറക്കിയതാണ്. ഇതിൽ ഞാനത് വായിച്ചു കേൾപ്പിച്ചു തരാം. ഞാൻ എന്റെ വകയിൽ വെറുതെ ദുർവ്യാഖ്യാനം പറയാനും തെറ്റിദ്ധരിക്കേണ്ട. അതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം, കേട്ടോളി. ഉസ്താദ് അവരുടെ സ്വഭാവം എന്താണ്? ഏതൊരു സംശയവും വളരെ ആയാസരഹിതമായി നിവാരണം ചെയ്യാൻ ഉസ്താദിന് അസാധാരണമായ കഴിവുണ്ടായിരുന്നു. ചോദിച്ചവരെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിച്ച് ബോധ്യപ്പെടുത്തി തിരിച്ചയക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അപ്പൊ ഉസ്താദിന്റെ പതിവ് അങ്ങനെ, ചോദിച്ച ആളെ കൊണ്ട് തന്നെ ഉത്തരം പറയിക്കൂ. ഉത്തരം പറയിക്കണ്ടേ ചോദ്യം അങ്ങോട്ട് ചോദിക്കണോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. അത് ഉസ്താദിന്റെ സാധാരണ പതിവാണ്. ഇനി അതിന്റെ ഉദാഹരണം കേൾക്കണോ? അതും കേൾപ്പിച്ചു തരാം, കേട്ടോളി. ഇതിൽ നിന്ന് വായിച്ചു തരാം. ഉദാഹരണം, കീഴന ഉസ്താദിന്റെ പക്കൽ എത്തുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. കീഴന ഉസ്താദ് അയാളുടെ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയും അയാൾക്ക് മസ്അല വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങോട്ട് ചോദിച്ച ആളോട് അങ്ങോട്ട് ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു, എന്നിട്ട് വിശദീകരിച്ചു. ഉസ്താദിന്റെ പതിവാണത്. ഇനി മറ്റൊരു സ്ഥലത്ത് കണ്ടോളി. മറ്റൊരിക്കൽ മൂരാട് നിന്ന് കുറച്ചാളുകൾ ജുമാ ഖുത്ബക്ക് മുമ്പ് പ്രഭാഷണം നടത്തുന്നതിനെ കുറിച്ച് അന്വേഷിച്ച് ഉസ്താദിന്റെ അരികിൽ വരികയുണ്ടായി. ഉസ്താദ് പ്രത്യുത്തരം നൽകി, നിങ്ങൾ പ്രഭാഷണം നടത്തുമ്പോൾ അവിടെ സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരും തഹിയ്യത്ത് നിസ്കരിക്കുന്നവരും ഉണ്ടാകാറില്ലേ? അവരെ നിങ്ങൾ അതിനനുവദിക്കുമോ? ചോദ്യസരങ്ങളേറ്റ ചോദ്യകർത്താക്കൾ ഉസ്താദിന്റെ മുഖത്ത് ജിജ്ഞാസഭരിതരായി നോക്കിയിരുന്നു. ചോദിക്കാൻ വന്ന ആളുകളോട് അങ്ങോട്ട് ചോദ്യസരങ്ങളാണ്. ഉസ്താദിന്റെ പതിവാണത്. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പോകുന്നു. അതിന് മൗലവി എന്ത് ചെയ്തു? പേരോടിനോട് ഇങ്ങോട്ടും ചോദിച്ചു പഠിച്ചിരുന്നു. പേരോട് കീഴനേക്കാളും വലിയ ആളാണെന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനം ചെയ്തു. അത് അവർക്ക് വന്നിട്ട് ദുർവ്യാഖ്യാനല്ലാത്ത ഒന്ന് കൂടപ്പറപ്പായി കൊണ്ടുവരാത്ത നിലക്കാണല്ലോ മൗലവിമാര് ജനിച്ച് വളർന്നു തന്നെ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാള് പറയുന്നത് പച്ചക്കള്ളം. എന്ത്? കീഴന ഉസ്താദ് പണ്ഡിതധർമ്മം നിർവഹിച്ചില്ല, പലിശക്ക് കൂട്ടുനിന്നു ഞാൻ പ്രസംഗിച്ചു പോലും നാദാവർക്ക്. ഏതോ ഒരു നുണയൻ ഏതോ ഒരു സ്ഥലത്ത് എഴുതിയ നുണ എടുത്തു പറയുകയല്ലേ ഇവിടെ മൗലവി ചെയ്തത്? നേരെ മറിച്ച് എന്റെ ഒരു പ്രസംഗത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ കേസറ്റ് ഹാജരാക്കുന്നില്ല? ഞാൻ എഴുതിയെങ്കിൽ എന്തുകൊണ്ട് ആ പുസ്തകം ഹാജരാക്കുന്നില്ല? അല്ലെങ്കിൽ ഒരു 2 നിഷ്പക്ഷമതികളായ സത്യസന്ധരായ സാക്ഷികൾ ഹാജരാക്കാൻ കഴിയുമോ? പച്ചക്കള്ളം പറയുന്ന എതിരാളികളെ അല്ലാതെ. ഒന്ന് വെച്ചു കൊടുത്താൽ മതി. നിങ്ങൾ വിട്ടിട്ടുണ്ടോ? പേരോടിനോട് തന്നെ ചോദിക്കട്ടെ. അതാ നിങ്ങളെപ്പറ്റി നാദാപുരത്തുകാർ എഴുതുന്നത് വായിക്കട്ടെ. ബഹുവന്യരായ കീഴനയോർ പണ്ഡിതധർമ്മം നിറവേറ്റുന്നില്ല, പലിശക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പ്രസംഗിച്ച് വിമർശിച്ച ഇയാൾ ആരാ? ഇയാൾ പേരോട് അയാളാ ഇയാള്. ഒന്നുകൂടി കേട്ടോ. ബഹുവന്യരായ കീഴനയോർ പണ്ഡിതധർമ്മം നിറവേറ്റുന്നില്ല, പലിശക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പ്രസംഗിച്ച് വിമർശിച്ച ഇയാള് നേരെ പോയത് തന്റെ ഒരു വേണ്ടപ്പെട്ടയാളിന്റെ പലിശ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാനായിരുന്നു. ഈ സംഭവം നാദാപുരത്തുകാർക്ക് ഓർമ്മയുണ്ടേ
ഇല്ലേ? അങ്ങനെ നാദാപുരത്തുകാർക്ക് ഓർമ്മയില്ലേ? ഏതോ ഒരു ശത്രു ശുദ്ധ നുണ എഴുതിവിട്ടത് പ്രചരിപ്പിക്കാൻ ഇയാൾ ഖുർആൻ തമ്മിൽ എന്താ ബന്ധം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. ഏതെങ്കിലും കക്ഷികൾ ഒരാളെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞാൽ അതിന് നിങ്ങൾ തെളിവ് ചോദിക്കണം, നിങ്ങൾ അതിന്റെ വിശദീകരണം തേടണം. അല്ലാതെ നിങ്ങളൊരു കക്ഷിയെ സംബന്ധിച്ച് വിധി കൽപ്പിച്ച് പറഞ്ഞു പോയാൽ, വല്ലതും നടപടി സ്വീകരിച്ചു പോയാൽ പിന്നീട് നിങ്ങൾ ഖേദിച്ചു പോകും കേട്ടോ. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞില്ലേ? ഇവര് ഖുർആനും സുന്നത്തും മുറുക്കി പിടിക്കുകയാണെന്നാ പറയുന്നത്. ഖുർആനിന്റെ ഈ നിർദ്ദേശം മൗലവി സ്വീകരിക്കാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? ചോദിക്കട്ടെ, തെളിവുണ്ടോ? 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 മറിച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി കുമ്മോളി ഈന ഉസ്താദിനെ സംബന്ധിച്ച് എഴുതിയ സ്മരണികയിൽ പോലും അതാ ബഹുമാനപ്പെട്ടവർ പലിശക്ക് കഠിന വിരുദ്ധമായിരുന്നുവെന്നും പലിശക്ക് ബിൽഡിംഗ് പോലും വാടകയ്ക്ക് കൊടുക്കാൻ അനുവദിച്ചില്ലെന്നും ഞങ്ങൾ തന്നെ എഴുതിയിട്ടില്ലേ? എന്റെ പ്രസംഗത്തിൽ നാദാവൃത്തി ഞാനത് പറഞ്ഞിട്ടില്ലേ? പോകട്ടെ, പലിശ സംബന്ധമായ വിഷയങ്ങൾക്ക് സംവാദം നടത്താൻ കുമ്മങ്കോട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യവസ്ഥ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സദഖത്തുൽ മുസ്ലിയാരും പൂര ഉസ്താദും ബാങ്ക് പലിശ അനുവദിച്ചിട്ടില്ല. അവരെ നമുക്ക് കൈയൊഴിക്കാൻ പറ്റില്ല. അവർ മനസ്സിലാക്കിയതുപോലെ ഫിഖ് മനസ്സിലാക്കണമെന്ന് ഞാൻ ആവർത്തിച്ച് കുമ്മങ്കോട് വെച്ച് പറഞ്ഞില്ലേ, ബാങ്ക് പലിശ പറ്റുമെന്ന് പറയുന്ന കക്ഷികളോട്. എന്നിട്ട് അപ്പൊ പറഞ്ഞ നാട്ടിൽ 10,000 പറഞ്ഞത് ഇവിടെ പറയണ്ട, ഷാഫി മദ്ഹബിലെ കിതാബിൽ എന്താ ഉള്ളത് എന്നല്ലേ ഒരു ചങ്ങാതി ചോദിച്ചത്. അപ്പൊ ബഹുമാനപ്പെട്ട കീഴ ഉസ്താദും സദഖത്തുൽ മുസ്ലിയാരും നാട്ടിൽ 10,000 ആണോ എന്നല്ലേ ഞാനന്ന് ചോദിച്ചിരുന്നത്. ഞാനിൽ പറഞ്ഞു വരുന്നത് പച്ചയായ ഒരു സത്യം. എന്തിനീ മൗലവി പച്ചയായ ഒരു സത്യം നേരെ കളവായി ഉരുട്ടിപ്പറയുന്ന എതിരാളികളുടെ ശുദ്ധ നുണയിൽപ്പെട്ടിട്ട് ലോക മുസ്ലിമികളെ എന്തിന് തെറ്റിദ്ധരിപ്പിക്കണം ഈ മൗലവി? ഈ മൗലവിക്ക് മരിക്കണമെന്നോ ആക്രമുണ്ടെന്നോ ഖബറുണ്ടെന്നോ അതേ നരകവും സ്വർഗവും ഉണ്ടെന്നോ ഒരു വിചാരണയുണ്ടെന്നോ ഉള്ള വിശ്വാസമുണ്ടെങ്കിൽ ഈ മൗലവി ഞാൻ തെളിവ് ചോദിച്ചപ്പോൾ തെളിവല്ലായിരുന്നോ ചൂണ്ടിക്കാണിക്കേണ്ടിയിരുന്നത്? ഈ പച്ച നുണയായിരുന്നോ പറയേണ്ടിയിരുന്നത്? എന്നിട്ട് മൗലവി പറയുന്നു, എന്റെ നാട്ടുകാരൻ എന്നെപ്പറ്റി ഓരോ സ്ഥലത്തും എഴുതിയിട്ടും പറഞ്ഞിട്ടില്ല. എന്ത് പലിശക്ക് കൂട്ടുന്നോ അല്ലെങ്കിൽ ഈ പലിശ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തുവെന്നോ അല്ലെങ്കിൽ കള്ളക്കരച്ചിൽ കരഞ്ഞുവെന്നോ എന്റെ നാട്ടുകാർ എഴുതിയിട്ടില്ല. ഇയാളെ നാട്ടുകാരല്ലേ എഴുതിയത്? പിന്നെ അയാൾ അവിടെ പോയി പ്രസംഗിക്കാൻ പോയത്? മൗലവി ചോദിക്കാൻ, നാട്ടുകാരിൽപ്പെട്ട ഏതെങ്കിലും ശത്രുക്കൾ ഒരാളെ സംബന്ധിച്ച് നുണ പറഞ്ഞാൽ നാട്ടുകാരനായി എന്നതുകൊണ്ട് അത് തെളിവാകുമെന്ന് ഏത് ഖുർആനിലാ പറഞ്ഞത്? ഏത് ഹദീസിലാ പറഞ്ഞത്? ഏത് കിതാബിലാ പറഞ്ഞത്? ഏത് ബുദ്ധിയാ പറയുന്നത്? ഏത് മനുഷ്യത്വമുള്ളവരാണെങ്ങനെ പറയുക? മൗലവി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ നാട്ടുകാര് നിങ്ങൾ ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അതിന്റെ മറുപടി പറയണം. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അല്ലേ ഉണ്ടോ? എന്താ പറഞ്ഞു? രണ്ടിലൊന്നല്ലേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, പറഞ്ഞിട്ടുണ്ട് എന്നാണേ മറുപടി വേഗം കഴിഞ്ഞു. നിങ്ങളെ നാട്ടുകാർ നിങ്ങൾ ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ മറുപടിയെങ്കിൽ പരിപാടി വളരെ പെട്ടെന്ന് കഴിഞ്ഞു. മറുപടി ഞാൻ പറയേണ്ടതില്ല. അല്ല, ഭ്രാന്തനാണെന്ന് നിങ്ങൾ നാട്ടുകാർ ആരും പറഞ്ഞിട്ടില്ല എന്നാ നിങ്ങൾ പറയുന്നത്. എന്നാ മൗലവി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയും ഈ ന്യായം പറഞ്ഞ് പ്രസംഗിക്കൂലേ? കാരണം ഇന്നക്കല മജ്നൂൻ, നീയാക്കളെ പല നാട്ടുകാരും അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ നാട്ടുകാര് പറഞ്ഞതുകൊണ്ട് ഒരാളെ കുറ്റം ചെയ്ത ആളാകുമോ? ആരോഗ്യയാകുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചൂടെ, ഹുസൈൻ സലഫിനെ പറ്റി അങ്ങനെ പറഞ്ഞില്ല, നബീനെ പറ്റിയില്ലേ പറഞ്ഞത്? നാട്ടുകാർ പറഞ്ഞത് ഭ്രാന്തനാണെന്ന് നിങ്ങൾ നാളെ പറയൂലേ? നിങ്ങൾ അതിന്റെ അപ്പുറം പറയൂ. കാരണം കള്ളച്ചാർന്ന് പറയുന്ന കക്ഷിയില്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഇയാളോടൊരു അസൂയ തോന്നണമെങ്കിൽ ഇയാൾ സമൂഹത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഒരാളോടൊരു അസൂയ തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് സമൂഹത്തിന് ചെയ്യുന്ന ആളോടല്ലാണ്ട് അസൂയ ഉണ്ടാവുമോ? എവിടെയെങ്കിലും കിടക്കുന്ന ഏതെങ്കിലും രോഗികളോടായിരിക്കും അസൂയ ഉണ്ടായിരുന്നോ? മെഡിക്കൽ കോളേജിൽ എത്ര രോഗികളുണ്ട്? അവരോടൊക്കെ അസൂയ ഉണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 40-ാമത്തെ വയസ്സിൽ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ആരംഭിച്ചപ്പോൾ
ശത്രുക്കളുണ്ടായി, അവരാരോപണം പറഞ്ഞു. അത് സ്വാഭാവികമല്ലേ? സത്യം തുറന്നു പറയുന്നവർക്ക് ആരോപണം ഉണ്ടാവുക സ്വാഭാവികമല്ലേ? അത് അമ്പിയാക്കളുടെ ചരിത്രമല്ലേ? ഔലിയാക്കളുടെ ചരിത്രമല്ലേ? സഹാബത്തിന്റെ ചരിത്രമല്ലേ? ഇന്നോളമുള്ള ചരിത്രമല്ലേ? അത് ഈ മൗലവി തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? മൂപ്പര് പറയുന്നു മൂപ്പര് നാട്ടുകാർക്കാർക്കും പരിചയമില്ല. നാട്ടിൽ എന്തെങ്കിലും ഒരു സേവനം ചെയ്യണ്ടേ പരിചയം ഉണ്ടാണെങ്കിൽ? ആൾക്കാർക്ക് ഒരാളെ പരിചയം ഉണ്ടാണെങ്കിൽ ആ നാട്ടിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? നാട്ടുകാർക്ക് മൂപ്പര് അറിഞ്ഞോടാന്നാ മൂപ്പര് ചോദിക്കുക എന്നെപ്പറ്റി ആരോപണമൊന്നും പറയുന്നില്ലല്ലോ. കൊല്ലങ്ങളോളമായിട്ട് ഈ ഉള്ളവൻ വിദേശത്തായതുകൊണ്ട് ഈ ഉള്ളവനെ പരിചയമില്ലാത്ത പുതിയ തലമുറയ്ക്ക് നിങ്ങൾ LCD-യിലൂടെ എന്നെ പ്രദർശിപ്പിച്ചപ്പോ എന്നെ കണ്ടിട്ടില്ലാത്ത പുതിയ തലമുറ കൂടി കണ്ടപ്പോ നാട്ടിൽ പോകുമ്പോ എന്തൊരാവേശമാണ്. പല പുതിയ കുട്ടികളും പരിചയപ്പെടുന്നല്ലോ, പലരും സംസാരിക്കുന്നല്ലോ, പലരും ആശയത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നല്ലോ. എന്താ മൂപ്പര് കൊടുക്കുന്നു? പലരും ആശയത്തിന്റെ കാര്യം ചോദിക്കുന്നു. ഇയാൾ നാട്ടിൽ ഉണ്ടാണ്ടേ? ഇത് നാട്ടിലുള്ള ആൾക്ക് ഇയാളെ കണ്ടാൽ പോലും മനസ്സിലാവില്ല എന്ന് ഇയാൾ പറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറച്ചൊക്കെ നാട്ടുകാർക്ക് നിങ്ങൾ സേവനം ചെയ്യണ്ടേ മനുഷ്യന്മാർ? മൂപ്പര് പറയുന്നത് ഒരു രസമുണ്ട്, ഇനിയിപ്പോ കേൾപ്പിക്കാൻ നല്ല. എന്താന്ന് ചോദിച്ചാല് മുമ്പൊരു സ്ത്രീനെ പറ്റി പറയലുണ്ട്. മൗലവിനെ കണ്ടപ്പോ മുഖം മറക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? മുഖം മറക്കാൻ തൽക്കാലം തട്ടയില്ല, തുണിയില്ല. അപ്പൊ എന്ത് ചെയ്തു? പാവാട കയറ്റിയിട്ട് മുഖം മറച്ചൂന്നൊരു ചരിത്രം പറയും. അതുപോലെ എന്താ ഉണ്ടായെന്നറിയോ? ഉണ്ടായത് മൂപ്പര് ഒരു കള്ളത്തരം സമർത്ഥിക്കാൻ വേണ്ടി, കബളിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. തങ്ങന്മാരെ അലിമീങ്ങളെ ചീത്ത പറയരുത് എപ്പോഴും പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാനൊരു തങ്ങളെ ഒരു അലിമിനെ ഇതുവരെ ചീത്ത പറഞ്ഞിട്ടുമില്ല. അപ്പൊ മൂപ്പർക്ക് എന്ത് വേണോ? നമ്മൾ പാണക്കാട് തങ്ങളെ ചീത്ത പറഞ്ഞു എന്ന് വരുത്തി തീർക്കണം. അതിനെന്താ ചങ്ങാതി ചെയ്തതെന്ന് വെച്ചാല്, ചങ്ങാതി നമ്മളെ ഒരു പ്രസിദ്ധീകരണത്തിലും SYS-ന്റെതോ SSF-ന്റെതോ ജമിയത്തുൽ മുഅല്ലിമിന്റെതോ അങ്ങനെ നമ്മുടെ ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു പത്രവും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ അയാളെ കയ്യിലില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, രാഷ്ട്രീയക്കാരുടെ ഒരു പത്രം. രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിനെതിരായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയതിനും പണ്ട് നാട്ടിക മൂസ മൗലവിയാണ് ആദ്യത്തെ പ്രസിഡന്റ്. പിന്നീട് അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത് ആ പാർട്ടിയിൽ നിന്ന്. അതിന്റെ പേരാണ് MDP എന്ന് പറയും. അത് ഈ ചെറുപ്പക്കാർ കുട്ടിയൊന്നും അറിയില്ല, കുറെ കൊല്ലം മുമ്പാണ്. അപ്പൊ അതിനായിരുന്നു ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെ അവർ അഡ്വൈസറി ബോർഡ് ചെയർമാനും ആക്കിയെന്ന് ചന്ദ്രികകളൊക്കെ വന്നിരുന്നു. ആ MDP എന്ന് പറയുന്ന ആ സംഘടന, രാഷ്ട്രീയ സംഘടന, ഞാനുമായിട്ട് വളരെ തെറ്റിയ ഒരു സംഘടനയാണ്. കാരണം അവര് രാഷ്ട്രീയം സുന്നിന്റെ പേരിൽ രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ട് അത് സുന്നി കൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ സുന്നത്തിമാരുടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് പ്രസംഗിച്ച് അവസാനം കൂടി അവർ പൊട്ടിപ്പൊളിഞ്ഞപ്പോ ഒരിക്കൽ കോഴിക്കോട്ട് പ്രസംഗം മർഹൂം MDP എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ അതിന് അവരെ പത്രത്തിൽ ഒരു എഴുതി പേരോടിന്റെ ഉള്ളുകള്ളികളൊക്കെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് എഴുതി. ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാ ഉള്ളുകള്ളിയും പുറത്തു കൊണ്ടുവന്നോളി, എന്റെ ഉള്ളുകള്ളിയൊക്കെ സാധാരണ കക്കൂസിലാണ് പുറത്തു പോയത് എന്ന് ഞാൻ പറയുകയും ചെയ്തു. ആ MDP-ന്റെ ആൾക്കാർ അവര് എന്ത് ചെയ്തു? പാണക്കാട് തങ്ങൾക്കെതിരെ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ കടുത്ത തോന്നിവാസമാണ് അവർ എഴുതിയത്. ആ എഴുതിയത് നമ്മളെ പ്രസിദ്ധീകരണത്തിലാണ്. മൗലവി പറയാണ്, മൗലവി ആദ്യം പറഞ്ഞ് നിങ്ങളെ പുസ്തകത്തിൽ തന്നെ, പിന്നെ ഒരിക്കൽ പറഞ്ഞ് നിങ്ങളെ മറ്റൊരു പ്രസിദ്ധീകരണത്തിൽ തന്നെ, പിന്നെ പറഞ്ഞ് പുസ്തകത്തിൽ തന്നെ, പിന്നെ പറഞ്ഞ് വാരികയിൽ എന്ന് പറയും. കാരണം മൂപ്പർക്ക് എന്താ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കേണ്ടത് മനസ്സിലാകുന്നില്ല. എന്നിട്ട് മൂപ്പർക്ക് ഒരിക്കലും അതിന്റെ പേര് പറഞ്ഞില്ല. പേര് സുന്നി വേദീന. പേര് പറഞ്ഞാലോ ഇത് നമ്മളെല്ലാം എല്ലാവർക്കും മനസ്സിലാവും. ലീഗിന്റെ വിരുദ്ധം ചേരിക്കാരായ ഒരു രാഷ്ട്രീയക്കാരാണ്, ആർക്കും മനസ്സിലാവും. മൂപ്പർ പേര് പറഞ്ഞില്ല. പക്ഷെ മൂപ്പർ ഇങ്ങനെ എടുത്ത് വായിക്കും എന്തായി എന്നറിയാം. നിങ്ങൾ സ്ക്രീനിൽ സുന്നി വേദിയിൽ നിങ്ങൾ വന്ന് അതൊന്ന് നോക്കിക്കോളി നിങ്ങൾ. അതിന്റെ രസം മൂപ്പർ പേര് പറയാണ്ട് വായിക്കുന്നതെന്ന് വെച്ചിട്ട് വായിക്കുന്നത് കേൾക്കട്ടെ. നിങ്ങൾ എഴുതി വിട്ടതല്ലേ, കേട്ടോളി എല്ലാവരും അനുകൂലികളും. ഇനി എന്താ പറഞ്ഞോ? അടുത്ത പ്രസിദ്ധീകരണത്തിൽ നിന്ന് വായിക്കുന്നു, ശരിക്ക് ശ്രദ്ധിച്ചോ. ആരാ തങ്ങന്മാരെ ചീത്ത പറയുന്നത്? ആരാ പാണക്കാട്ടെ തങ്ങളെ ചീത്ത പറഞ്ഞത്? ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. ഞങ്ങൾ ആശയത്തിൽ വിയോജിപ്പുള്ളവരാണ്. ആ ആശയത്തെ ശക്തമായി ചോദ്യം ചെയ്യാറുമുണ്ട്. പക്ഷേ ഞങ്ങൾ ചീത്ത വിളിക്കാറില്ല. കേട്ടോ നിങ്ങൾ ഈ പുസ്തകത്തിൽ, കേട്ടോ ഈ വാരികയിൽ, കേട്ടോ നിങ്ങൾ ഈ പുസ്തകത്തിൽ, കേട്ടോ ഈ വാരികയിൽ, കേട്ടോ നിങ്ങൾ ഈ പുസ്തകത്തിൽ, കേട്ടോ ഈ വാരികയിൽ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പാണക്കാടൻ കള്ള നബി മാത്രമാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാണ് അദ്ദേഹം. ഈ തോന്നിവാസം ഈ രാഷ്ട്രീയക്കാരെഴുതിയത് നമ്മളെ തലയിൽ വെച്ചിട്ടാൽ ഒരിക്കൽ പറയുന്ന പുസ്തകം, ഒരിക്കൽ പറയുന്ന വാരിക, ഒരിക്കൽ പറയുന്നത് അടുത്ത പ്രസിദ്ധീകരണം. പക്ഷെ മൂപ്പര് വായിക്കാണ്ട് കൂടി ഒപ്പിച്ചെങ്കിലും നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞ ആ പെൺകുട്ടിയുടെ അതേ മാതിരിയായി എല്ലാ കള്ളിയും പൊളിഞ്ഞുപോയി. എന്നിട്ട് പാണക്കാട് തങ്ങളെ നമ്മൾ ചീത്ത പറയാറില്ല മൂപ്പര് പറയും. പറയാറില്ലേ? നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഞാൻ ഒപ്പിച്ചു തന്നാലോ? സമസ്തയിലെ മെമ്പർ ആകണോ മാനസിക രോഗിയാണോ നിങ്ങൾ പറഞ്ഞില്ലേ? സമസ്തയിൽ മെമ്പർ ആയില്ലേ പാണക്കാട് പൂക്കേത്തങ്ങൾ? സമസ്തയിൽ മെമ്പർ ആയില്ലേ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ? സമസ്തയിൽ മെമ്പർ ആകണോ മാനസിക രോഗിയാണോ നിങ്ങൾ പറഞ്ഞില്ലേ? ഒന്ന് വെച്ചോട്ടെ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പർ ആകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. ഒരു ആവറേജ് പൂർണ്ണ ബുദ്ധിയുള്ളവനൊക്കെ അപ്പുറത്താ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പർ ആകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. ഒരു ആവറേജ് പൂർണ്ണ ബുദ്ധിയുള്ളവനൊക്കെ അപ്പുറത്താ. ഇതല്ലെങ്കിൽ ആർക്കാ തിരിയാത്തത്? അപ്പൊ സമസ്തയിലെ മെമ്പർമാരൊക്കെ മാനസിക രോഗികളെന്ന് പാലക്കാട് നിങ്ങളിൽ പെട്ടില്ലേ? നിങ്ങൾ പറയാറില്ല. ഇനി മൂപ്പര് ചോദിക്കുന്നുണ്ട്, ആരെ വഞ്ചിക്കാനാ മുസ്ലിയാരെ? അതൊന്ന് വെട്ടി എന്നിട്ട് ഞാൻ എന്നെ മറുപടി തരാം. ആ ഒരു വാചകം എടുത്തുദ്ധരിച്ചിട്ട് നിങ്ങളൊരു നിസ്കാരശേഷമുള്ള പ്രാർത്ഥനയിലേക്ക് വലിച്ചു നീട്ടിക്കൊണ്ടുവന്നത് ആരെ വഞ്ചിക്കാനാണ് മുസ്ലിയാരെ? നിങ്ങൾ മൗലവി, നിങ്ങൾ അധ്യായം മാറ്റി, അധ്യായമല്ലെങ്കിൽ തെളിവല്ലെന്ന് വാദിച്ചു. അൽ ഖുനൂത്തി വനഹ്വിഹി എന്നതിന് ഖുനൂത്ത് പോലോത്തത് എന്നാക്കി മാറ്റി പറഞ്ഞു. ഖുനൂത്തും അതുപോലെയുള്ളതും എന്ന സ്ഥലത്ത് അർത്ഥം മാറ്റി പറഞ്ഞ് ഓ മൗലവി 100 പച്ചക്കള്ളം പറഞ്ഞിട്ട് അർത്ഥം മാറ്റി പറഞ്ഞിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നീട്ടിപ്പാടി കള്ളം പറയുന്നത് ആരെ വഞ്ചിക്കാനാ മൗലവി? ആരെ വഞ്ചിക്കാനാ മൗലവി? ആരെ വഞ്ചിക്കാനാ മൗലവി? ഓർമ്മിച്ചോളണം, നരകം എന്ന് പറയുന്ന ഒരു തീയുണ്ട് കേട്ടോ മൗലവി. സ്വന്തത്തിൽ മാത്രമല്ല ഒരുപാട് ആളുകളെ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് മൗലവി. ഈ ശുദ്ധ നുണകളും തട്ടിവിട്ടിട്ട് ഈ ദുർവ്യാഖ്യാനം മുഴുവനും ചെയ്തിട്ട് അർത്ഥം മാറ്റി പറഞ്ഞിട്ട് മൗലവി നിങ്ങൾ ആരെയാ വഞ്ചിക്കുന്നത്? നിങ്ങൾ വഞ്ചിക്കുന്നത് നിങ്ങളെ സ്വന്തം ശരീരത്തെയാണ് മൗലവി. വലഖദ് തറൈനാലി ജഹന്നമ, ജഹന്നമിന് നമ്മളതാ പഠിച്ചു വെച്ചിട്ടുണ്ട്. കുറെ ആളുകളെ, ചിന്തിക്കാത്ത ജനങ്ങളെ, കേൾക്കാത്തവരെ, കാണേണ്ടത് കാണാത്തവരേത് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളല്ല് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ചിന്തിക്കണ്ടേ ചിന്തിക്കുന്നില്ല, കാണണ്ടേ കാണുന്നില്ല, നോക്കണ്ടേ നോക്കുന്നില്ല, കേൾക്കണ്ടേ കേൾക്കുന്നില്ല. മൗലവി നിങ്ങളെ കളവ് മുഴുവനും വിശ്വസിച്ചിട്ട് നിങ്ങളെ പിന്നാലെ കൂടിയിട്ട് ലോക മുസ്ലിമീങ്ങൾ നടന്നു വരുന്ന കാര്യങ്ങളെ മുഴുവനും ചോദ്യം ചെയ്തിട്ട് ഇമാമിങ്ങളെ കിതാബുകൾ മുഴുവനും അവർ എഴുതി വെച്ചതിന് ചോദ്യം ചെയ്തിട്ട് ഇബ്നു ഹജറിന്റെ കിതാബ് മനസ്സിലായില്ല, പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഷാഫി ഇമാം സുബീസ്കാരത്തിൽ ഖുനൂത്തോദം എന്ന് പറഞ്ഞതുകൊണ്ട് ഷാഫി ഇമാം പിഴച്ചുപോയി. സുബ്ഹാനല്ലാഹ്, ഷാഫി ഇമാം സുബീൽ ഖുനൂത്തോദം എന്ന് പറഞ്ഞതുകൊണ്ട് ഷാഫി ഇമാം പിഴച്ചുപോയി, വിദഗ്ധീതാളായി പോയി. 20 റക്അത്ത് തറാവീഹാണെന്ന് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പറഞ്ഞതുകൊണ്ട് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പിഴച്ചുപോയി. നിങ്ങളെ വാദങ്ങളല്ലേ ഓ മൗലവി? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് അതാ നടപ്പാക്കിയിട്ട് 20 റക്അത്ത് തറാവീഹ് ബഹുമാനപ്പെട്ട അയിമ്മത്തുകളും മുഴുവനും 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും നടപ്പാക്കിയിട്ട് അവരെ സർവ്വ കിതാബിലും അത് പറഞ്ഞിട്ട് അവർ പിഴച്ചുപോയി എന്ന് നിങ്ങൾ വാദിച്ചില്ലേ? ലോകത്തൊരൊറ്റ മുസ്ലിം പണ്ഡിതരും എതിർപ്പില്ലാതെ തവസ്സുലും ഇസ്തിഹാസയും ചെയ്തിട്ട് അതുകൊണ്ട് ശിർക്കാണെന്ന് നിങ്ങൾ വാദിച്ചില്ലേ? ബറക്കത്തെടുക്കൽ ശിർക്കാണെന്ന് വാദിച്ചില്ലേ? ശഫാഅത്തിന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ബുഖാരിയുടെ ശറഹ് എഴുതുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് ചോദിച്ചുകൊണ്ട് ബുഖാരിയുടെ ശറഹ് എഴുതി തുടങ്ങിയപ്പോ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ശഫാഅത്ത് ചോദിച്ചപ്പോ ആ ഇമാമിങ്ങളൊക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്ന് നിങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചില്ലേ? മൗലവി ആരെ വഞ്ചിക്കാനാണ്
എന്താണ്? ലോക മുസ്ലിമീങ്ങൾ പോലും അതേ അയിമ്മത്തുൽ മദീനത്തിൽ യൗമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ നിസ്കരിക്കുന്ന ഇമാമിങ്ങൾ തിരിഞ്ഞിരിക്കലാണെന്ന് വ്യക്തമായിട്ട് സർവാനിയിൽ കണ്ടില്ലേ? അതുപോലെ ഖുലഫാഉർ റാഷിദീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പിൻഗാമികളും തിരിഞ്ഞിരുന്നുവെന്നും അത് തന്നെയാണ് അറിയപ്പെട്ടതെന്നും സുഹഫ പഠിപ്പിച്ചില്ലേ? അതൊക്കെയും തള്ളിപ്പറഞ്ഞിട്ട് ലോക മുസ്ലിമീങ്ങളെ മുഴുവനും ചെറുക്കുകാരും വിദേട്ടുകാരുമാക്കുന്ന നിങ്ങൾ വഞ്ചിക്കുന്നത് ആരെയാണ് മൗലവി? ഒന്നാമത് വഞ്ചിക്കുന്നത് നിങ്ങളെ ശരീരത്തെ തന്നെ, നിങ്ങളെ മനസ്സിനെ തന്നെ, നിങ്ങളെ ആത്മാവിനെ തന്നെ. പിന്നെ നിങ്ങൾ വഞ്ചിക്കുന്നത് നിങ്ങളെ നാൾ നീട്ടിപ്പണിക്കുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ടും കേട്ടിട്ട് ഇങ്ങനെ നിങ്ങളെ സീഡിയുമെടുത്ത് നടക്കുന്ന കുറെ പാവഞ്ചനങ്ങളില്ലേ, അത് കേൾക്കുന്നവരില്ലേ? ആ പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ മൗലവി? ഇനിയൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെന്തേ പറഞ്ഞത് നാദാപുരത്ത് നിന്ന്? നിങ്ങൾ പറഞ്ഞത് നിസ്കാരം കഴിഞ്ഞാൽ ഇമാം എഴുന്നേറ്റ് പോകണമെന്നല്ലേ പറഞ്ഞത്? എന്നാ മൗലവി നിങ്ങളെ പള്ളികളിൽ ഞങ്ങൾ പരിശോധിച്ചല്ലോ, ഇന്ന് പരിശോധിച്ചല്ലോ. മുഹീദ്ദീൻ പള്ളിയിൽ കോഴിക്കോട്ട്, ഞങ്ങളെ പള്ളി കട്ടതാണ്, ആ പള്ളിയിൽ ഞങ്ങൾ പരിശോധിച്ചല്ലോ. ഇന്ന് തന്നെ ഞങ്ങൾ കുറ്റ്യാടി പള്ളിയിൽ പരിശോധിച്ചല്ലോ, ളുഹർ നിസ്കാരത്തിന് പരിശോധിച്ചല്ലോ. എന്താ കണ്ടത്? ഇമാം അവിടെ തന്നെ ഇരുന്നിട്ട് കുറെ നേരം ഒറ്റയ്ക്ക് ദിക്റും ദുആയും നടത്തുന്നു, മഅ്മൂമീങ്ങളൊക്കെ പോവുകയും ചെയ്യുന്നു. ഇതല്ലേ നിങ്ങളെ പള്ളിയിൽ പല പള്ളിയിലും നടക്കുന്നത്? നിങ്ങൾ നാദാപുരത്ത് എന്ന് പറഞ്ഞത് എന്താണ്? അയ്യഖൂൻ മുസല്ലാഹു, നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് ഇമാം എഴുന്നേറ്റ് പോകണമെന്നല്ലേ പറഞ്ഞത്? മിഹ്റാബിന്റെ ഒരു ഭാഗത്ത് മിഹ്റാബിൽ തെറ്റിയിരുന്നിട്ട് അല്ലെങ്കിൽ തിരിഞ്ഞിരുന്നിട്ട് അല്ലേ കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് നിങ്ങളെ മൗലവിമാര്, ഇമാമിങ്ങളായ മൗലവിമാര്, ഹസീബന്മാരായ മൗലവിമാര് ഒറ്റയ്ക്ക് ദിക്റും ദുആയും നടത്തുന്നതാണല്ലോ ലോകത്ത് ജനങ്ങൾ കാണുന്നത്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ വഞ്ചിച്ചത് ആരെയാണ്? നിങ്ങളെ വഞ്ചനയിൽ കുടുങ്ങിയതാരാണ് മൗലവി? واخر دعوانا الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله واصحاب سيدنا محمد السلام عليكم ورحمه الله. ബാക്കി പിന്നെ തൊലയ മാത്രല്ല വലയുന്ന കോലാപ്പൈ കാണുന്നത്, തൊലയും വലയും ചെയ്യാൻ. തൊലയ മാത്രല്ല വലയുന്ന കോലാപ്പൈ കാണുന്നത്, തൊലയും വലയും ചെയ്യാൻ.